أعوذ بالله من الشيطان الرجيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات، لآل ماضيه المصطفى حول قصدي تلألأ نورا لا يحد بقصده، وكان كما لم يحصى فخر بهزله، لأحمد فضل الله يحد بحصره، ومن لا يعد القطر أو يحصر الرملا. صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. ലആലി എന്ന് പറഞ്ഞത് ലുഉലിന്റെ ജമ്മാണ്. ലുഉൽ എന്ന് പറഞ്ഞ മുത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദിഹിനെ എന്താക്കി? മുത്തിനോട് തശ്ബീഹാക്കി. ആ തശ്ബീഹാക്കിയതാണ് മുത്ത്. അതിനെന്താക്കി? മദീഹിലേക്ക് ഇളാഫത്താക്കി. അപ്പോൾ ലആലി മദീഹിൻ മുസ്തഫ എന്ന് പറഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹുകളാകുന്ന മുത്തുകൾ, അത് മുബ്തദയാണ്. അതിൻ്റെ ഖബർ ഏതാണ്? തലഇല. അടുത്ത വരിയിലിതാ തലഇല. അതെ, അത് തലഇല. അതിങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒറ്റമ മദ്യാഫീലാവും, ഇത് മുലാരിയാഫീല്. തലഇല എന്ന് പറഞ്ഞാൽ എന്താണ്? തലഇല എന്നുണ്ടാവും. അപ്പൊ തനസ്സലുൽ മലായിക്കത്തു എന്ന് പറഞ്ഞ ഒരു താ കളിയും. ഇതാകുമ്പോ മാതിയാകുമ്പോ പിന്നെ താഴത്തന്നെ ഉണ്ട്. എന്നാണ്. അങ്ങനെ എങ്ങനെ ലൂന്ന് അപ്പൊ തല അപ്പൊ ഒരു താനെ കളഞ്ഞ് ഇവിടെ കളല് പണ്ടേ ഉണ്ടല്ലോ. അലാമൻ തനസ്സലു ശയാത്തീനു ഖുർആനില്ലേ? തനസ്സലൂന്നാണല്ലോ ഉണ്ടായത്. അപ്പൊ താനെ കളഞ്ഞിട്ടില്ലെങ്കിൽ തല ഇല ആണ് മാതിയാണ്ടായില്ലേ. പിന്നെ മുലാരിയാണ് നല്ലത്, എപ്പോഴും പ്രകാശിക്കലല്ലേ മുലാരിയിലുണ്ടായത്. തലഇല നൂറൻ, നൂറിനാൽ അതിങ്ങനെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നു. തലയിലെ വസൂൽ അങ്ങനെ തന്നെ. നമ്മിനാട് കുട്ടിയോട് കാണിച്ചു കൊടുത്തില്ല, ഒരു മിന്നുന്ന് എൻ്റെ തലഇല നമ്മുടെ അതിനോട് വയസ്സിൻ്റെ മോനോട് കാണുമ്പോൾ തന്നെ പറഞ്ഞു എത്തലഇല. എവിടെ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്? ഹൗല ഖസരിഹി, തങ്ങളുടെ ഖസറിന്റെ ചുറ്റുപാട് എന്നാണ്. ഖസർ എന്ന് പറഞ്ഞാൽ സാധാരണ മാളിക, വലിയ ഉന്നതമായ കെട്ടിടം എന്നാണ് പറയാറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനത്തെ ഒരു മാളികയും ഇതൊന്നുമില്ല. അവ ചുരുക്കത്തിൽ റൗലത്തിഹിൽ മുതഹറ എന്ന് പറയാം. തങ്ങൾ താമസിക്കുന്ന റൗലന്റെ ചുറ്റുപാടിങ്ങനതാ ആ മുത്ത് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്.
ലാ യുഹദ്ദു അത് പരിമിതപ്പെടുത്താൻ കഴിയൂല. എങ്ങനെ പരിമിതപ്പെടുത്തും? കസരിഹി ചുരുക്കിയിട്ട്. അപ്പൊ ഈ ആദ്യത്തെ കസർ എന്താണ്? ജാമിദ ഇസ്മാണ്, ബിൽഡിംഗ് എന്ന് അർത്ഥം. രണ്ടാമത്തെ കസർ മസ്തറാണ്, ചുരുക്കൽ. നിസ്കാരം കസറാക്കലില്ലേ? ചുരുക്കല്. അപ്പൊ ചുരുക്കി പറഞ്ഞിട്ട് അത് പരിധിയിൽ ഒതുക്കാൻ സാധിക്കൂല, ഇനിയും പറയാൻ ബാക്കിയുണ്ടാവും. എന്നിട്ടോ വക്കാന കമാലം യുഹ്സ ഫഖ്റുൻ, അപ്പൊ ഫഖറുണ്ടായി എന്നാ പറയുന്നത്. ഏത് ഫഖർ? പരിമിതപ്പെടുത്താൻ കഴിയാത്ത ഫഖറുള്ളത് പോലെയായി. അപ്പൊ കാന എന്താണ്? താമ്മ. കാനക്ക് താമ്മ് നാക്കിസ് രണ്ടുണ്ട്. നാക്കിസ എന്ന അവസരത്തിൽ രണ്ട് സാധനം വേണം, ഇസ്മും വേണം ഖബറും വേണം. കാനാക്ക് എന്തേ കൊണ്ടു? ഫീലും ഫൈലേ കൊണ്ടു. ഇത് താമ്മാകും. കാനയില ജാനിബി റജുലുൻ ദമ്മിയ്യുൻ, കാനയില ജാനിബി റജുലുൻ ദമ്മിയ്യുൻ എന്ന് പറഞ്ഞില്ല മംഗോസിലി, അത് കാനയിലാണ് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് താമ്മാണ്. അതാ ഒരു ഫഖറും അത് ഒരുമിച്ച് കൂട്ടിയിട്ട് പരിമിതപ്പെടുത്താൻ കഴിയാത്തതുപോലെ തന്നെ ആയിരിക്കുന്നു. എന്നിട്ട് പറയുന്നു അഹ്മദ ഫളുലൻ, അഹ്മദ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ട് ഫളുലുൻ, അതിനുണ്ട്. വഅലൈക്കും അസ്സലാം. അങ്ങനത്തെ ഫളല് ലാ യുഹദ്ദു ബിഹസദിഹി, അതിനെ പരിമിതപ്പെടുത്തി. ഇവിടെ ഉള്ളെല്ലാം തീർന്നു, ഒന്നും കൊടുക്കുക. അല്ലെങ്കിൽ നീ പഠിക്കുന്നതിനെ കിതാബ് എന്തിനാണ്? കേട്ടിട്ട് പഠിക്കുന്നില്ലേ? പട്ടിക്കാട്ട് വളർന്ന കോഴ്സ് വെച്ചും കിതാബില്ലാണ്ട് ഞാൻ പഠിച്ചു. തൊട്ടാലെന്താക്കും? മറ്റുള്ള യുദ്ധം ചെയ്യേണ്ടി വരും. അതിനിടയ്ക്ക് ബൈനാമി കൊട്ടുമുളിസ്ഥാനിൽ വായിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് ഒരു കിതാബ് മുന്നിലുണ്ട്. കാരണം ആരും വായിക്കാൻ ധൈര്യപ്പെടില്ല. തെറ്റിയ മൂപ്പറ കൽമേക്കള്ളിയിൽ എന്നിട്ട് പറയുന്നു ഒമന്താ യൗദ്ദുൽ ഖത്തറ, മഴത്തുള്ളികളെ ആരാണ് എണ്ണാറുള്ളത്? ആ യഹ്സറു റംല, അല്ലെങ്കിൽ മണൽത്തരികളെ ആരാണ് ഹസറാക്കാറുള്ളത്? അപ്പൊ ഇവിടെ എന്തായെന്നറിയോ? മഴത്തുള്ളി ഹസറാക്കാൻ കഴിയൂല, മണൽ എന്താക്കാൻ കഴിയൂല, ഹസറാക്കാൻ കഴിയൂല. അപ്പൊ അതിനോട് തങ്ങളുടെ മതേനെ ഉപമിച്ച് എന്ത് വിഷയത്തിൽ? എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയൂല എന്ന വിഷയത്തിൽ. ഇനി ലഹു പാട്. ലഹു ത്വയ്ബത്തുൻ ത്വാബത് മഹല്ലൻ വമൻസിലാ ബിഹി സാല അന്നാ അശ്ശിർകു വൽ കുഫ്റു മഅ്സിലാ ബിഹഖ്ഖില്ലദീ ഫീ മദ്ഹിഹി കാന മുൻസിലാ لا أعظم خلق الله قدرا ومنزلا وأوفاهم عزا وأعلاهم فضلا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. ലഹു ത്വയ്ബത്തുൻ, തങ്ങൾക്ക് ഒരു മഹത്തായ ത്വയ്ബയുണ്ട്. അതൊക്കെ എല്ലാവർക്കും അറിയാം. താബത്ത്, അത് ത്വയ്യിബാണ്. മഹല്ലൻ വ മൻസില, മഹല്ലായാലും മൻസിലായാലും രണ്ട് അതേ അർത്ഥം തന്നെ. ഇത് നസലയിൽ നിന്ന് പിടിച്ചാണെങ്കിൽ മൻസല ഇറങ്ങി, ഹല്ലയിൽ നിന്ന് പിടിച്ചാണെങ്കിൽ മഹല്ല്. പക്ഷെ ചെറിയ മാറ്റം എന്താണ്? മഹല്ല എന്ന അവസരത്തിൽ അവിടെ കുറച്ച് താമസിച്ചെന്ന് വരും. മൻസിലാകുമ്പോൾ താമസിച്ചൊന്നുമില്ല. ഇറങ്ങലും കയറലായാലും എന്ത് പറയാം? മൻസിൽ എന്ന് പറയും. അതുകൊണ്ട് ലഹുലൂലില്ല എന്ന് പറഞ്ഞില്ലേ, ഹല്ല യഹില്ലു. അപ്പൊ മഹല്ലാലും മൻസിലായാലും വളരെ ത്വയ്യിബാണ് തങ്ങളുടെ ത്വയ്ബ. ബിഹി, തങ്ങൾ മുഖേന സാല അന്ന ശിർക്കു വൽ കുഫ്റു, നമ്മളെ തൊട്ട് ഷിർക്കും കുഫറെല്ലാം നീങ്ങിപ്പോയിരിക്കുന്നു. മഅ്സില എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്ത്. വകാന ഫീ മഅ്സിലിൻ എന്നുണ്ടല്ലോ ഖുർആനിൽ, അതുമായിട്ട് അടുക്കാത്ത സ്ഥലം, വളരെ ദൂരത്ത്. ബിഹഖില്ലദീ, ബിഹഖി എന്ന് പറഞ്ഞാൽ അത് കസമാണ്. ഒരു റബ്ബിനെ ഹക്കുണ്ട് നാം പറയുന്നു. എങ്ങനത്തെ റബ്ബാണ്? അല്ലദീ കാന മുൻസിന ഫീ മദ്ഹിഹി എന്നുണ്ടാവും.
തങ്ങളുടെ മദഹ് പറയാൻ വേണ്ടി ധാരാളം ആയത്തിറക്കിയിട്ടുണ്ട് ഖുർആനിൽ. ഖുർആൻ തങ്ങളെ മദഹും തങ്ങളുടെ റിസാലത്തും തങ്ങളുടെ ഉന്നതമായ പദവിയും തെളിയിക്കാനാണ് ഖുർആൻ. അപ്പൊ തങ്ങൾക്ക് എതിരായി വരുന്നൊരു കലിമത്ത് ഖുർആനിൽ ഉണ്ടാവില്ല. അപ്പൊ ഖുർആനായത്തും ധരിച്ചിട്ട് തങ്ങൾക്ക് മഅസിയത്തുണ്ട് 100 കുറ്റമുണ്ടെന്നൊക്കെ പറയുന്നത് എന്താണ്? ഒന്നിക്ക് ജുനൂന്, അല്ലെങ്കിൽ ആ ഖുർആൻ മനഃപൂർവ്വം വളച്ചൊടിച്ചിട്ട് വകുപ്പ് മാറ്റി ചെലവാക്കി. അല്ല, ആദ്യം തന്നെ തീരുമാനിച്ചത് ഖുർആൻ ഇറക്കിയ ആവശ്യം എന്താണ്? റിസാലത്തിന്റെ മുഅ്ജിസത്തല്ല ഇത്. അപ്പൊ തങ്ങൾക്കെതിരായ ഒരു കലിമത്ത് ഖുർആനിൽ ഉണ്ടാവുമോ? അത് എടുത്തിട്ട് തങ്ങൾക്ക് എതിരായി പ്രയോഗിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ സാക്ഷിയെ വളച്ചൊടിക്കലാന്ന്. അത് മനസ്സിലായില്ലേ? അല്ലദീന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തന്നെയാണ് സത്യം. എങ്ങനത്തെ റബ്ബ്? കാന മുൻസിലൻ ഫീ മദ്ഹിഹി, തങ്ങളുടെ മദ്ഹിലായിക്കൊണ്ട് ധാരാളം ആയത്തിറക്കിയിട്ടുണ്ട്. അത് കിതാബഹു എന്ന് പറഞ്ഞാൽ മതി. അതിന്റെ ജവാബാണ് ലാ അഅലമു ഖൽഖില്ലാ. ഖസമിന്റെ ജവാബിലുള്ള ലാമാണ് തൗക്കീദും പറയില്ലേ. അള്ളാഹുവിന്റെ പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ആഴമാണ് ഖദ്റാലും മൻസിലിയാലും. മാത്രമല്ല വഔഫാഹുമു, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും സമ്പൂർണമായവരാണ് ഇസ്സിനാൽ. വഅഅലാമുഹു ഫളിലാ, ഫളിനാൽ ഏറ്റവും ഉന്നതരുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഫളിൽ എന്താ പറയുക? 2 സാധനം വെച്ചിട്ട് തുല്യമായ ഖദ്ർ വസ്ത്രം ഉപയോഗിച്ചാൽ അതികളിനാ ഫളിൽ എന്ന് പറയാം. മുതലിമാൻ പറഞ്ഞില്ല. ഇപ്പൊ ഇങ്ങനെ വിരൽ വെച്ച് വേണ്ട. അപ്പൊ ഈ അളവിൽ ഖദ്ർ വസ്ത്രം ഇവിടം വരെ ഉണ്ടല്ലോ. ഇതും കഴിച്ചിട്ട് ഇതിനുള്ള ഫളിലെത്രയാന്ന് ഇത്. അതിനാ ഫളിലെന്ന് പറയില്ലേ. ഇനി وأبهاهم وجها جمالا وطلقة وجبهته قد فاقت البدر في القتان ألا إن خير الرسل جمعا وحلقة لا أجمل خلق الله خلقا وخلقة ترى كله نورا إذا جاء أولا صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البرية. അബ്ഹാഹുമു, അബദിന്റെ ബാക്കി നേരത്തെ ഔഫാഹുമു എന്ന് പറഞ്ഞതിന്റെ ബാക്കി. ഏറ്റവും ശോഭയുള്ളവരാണ് വജ്ഹൻ, മുഖത്തിനാലി. അതന്നെ ജമാലൻ വ തൽക്കത്തൻ, ജമാൽ ഭംഗി, തൽക്കത്ത് എന്ന മുഖപ്രസന്നത, തലാഖത്തുൽ വജ്ഹ് എന്ന് പറയുന്നത് അതല്ലേ. ചിലർ പറഞ്ഞ മഹാസിനുള്ള അഖ്ലാഖിന്റെ ഒറ്റ സാധനം തലാഖത്തുൽ വജ്ഹ് എന്ന് പറഞ്ഞു. വജബ്ഹത്തുഹു, തങ്ങളുടെ നെറ്റിത്തടം. നമ്മൾ സുജൂദിൽ പറയുന്ന സ്ഥലത്തിന് ജബ്ഹത്ത് എന്ന് പറയാം. അതിങ്ങനെ പരന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് വരുമ്പോൾ 2 ഭാഗത്ത് ജബീൻ ഉണ്ടാവും. ജബീൻ ഇങ്ങനെ കറുവായിട്ടാ പോകുന്നു. ഒരു പലക ഇങ്ങനെ വെച്ചോക്ക്, എന്നാ തൊട്ട് നിൽക്കുന്ന ഭാഗം ജബ്ഹത്തിൽപ്പെട്ടു. ഇവിടുന്ന് ടച്ച് ചെയ്യാണ്ട് ഇങ്ങനെ ഒടിഞ്ഞു പോകുന്നില്ലേ, അതിന് ജബീൻ എന്ന് പറയും. അവൻ നെറ്റിക്കുന്നുണ്ടാവും 2 ജബീൻ ഉണ്ടാവും, ഒരു ജബ്ഹത്തും ഉണ്ടാവും. ഖദ് ഫാഖത്തിൽ ബദ്റ, ബദറിനെ മറികടന്നിരിക്കുകയാണ്. ബദർ അറിയാലോ, പൂർണ്ണചന്ദ്രൻ. ഫിൽക്കത്തൻ, അതിൻ്റെ ആ കഷ്ണം, ബദറിന്റെ കഷ്ണം ഉണ്ടാവുമല്ലോ, അതിൻ്റെ ആ നാത്ത്. അലാ, അറിയണം, ഇന്ന ഖൈറൽ റുസുലി, മുർസലീങ്ങളുടെ കൂട്ടത്തിൽ ഖൈറായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനത്തെ മുർസലി? ജംഅൻ വ ഖൽഖത്തൻ, അതാ മുഴുവനും. അജ്മഈന എന്ന് പറഞ്ഞ സ്ഥാനത്ത് ജമിയും. ല അജ്മലു, എന്തിൻ്റെ അതാണത്? ഇന്നാന്റെ ഖബറാണ്. ഇന്നാന്റെ ഖബർ ഇന്ന ഖൈറർ റസൂലി ല അജ്മലു ഖൽഖില്ലാഹി ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. ഇന്നന്റെ ഖബറിലൊന്നുണ്ട് ലാമ് കിടക്കുമല്ല. അള്ളാഹുവിന്റെ പടപ്പട കൂട്ടത്തിൽ ഏറ്റവും അജ്മലാണ് ഖുലുഖൻ വ ഖിൽഖത്തൻ, സ്വഭാവത്തിനാലും ഖിൽഖത്തിനാലും.
തരാ കുല്ലഹു നൂറൻ, തങ്ങളെ മുഴുവനും നൂറായിട്ട് നിനക്ക് കാണാം. ഇതാ ജാ, തങ്ങൾ ഇങ്ങോട്ട് വന്നാലും അതുമല്ല പിന്തിരിഞ്ഞു പോയാലും. അക്ബല അതുമല്ല, എല്ലാം നൂറാണ്. ഇനി وطابت له في العرش بالرب خلوة فساغت له بالوصل صهباء حلوة كما باسمه كانت لآدم سلوة لأنواره في وجه آدم جلوة وفي وجه حواء حين مرت به حبلى حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله عليه وسلم لا إله إلا الله. വതാബത്ത് ലഹു, തങ്ങൾക്ക് തയ്യബായിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേറെ ഒരു കലർപ്പോ വേറൊരു ചിന്താഗതിയോ പുറത്തുനിന്ന്, അതായത് ഒരു ലക്ഷ്യം അവിടെ വെച്ചാൽ ആ ലക്ഷ്യത്തിന് കലക്കുന്ന വേറെ ചിന്താഗതിയോ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ആ ലക്ഷ്യം തയ്യബായി. വെള്ളം തയ്യബായ മണ്ണ് പൊടി കലർപ്പുകളൊന്നും ഇല്ലാതെ ശുദ്ധജലമായി. റാക്കാന്നും പറയും. റാക്കാ വക്കത്തി, ജില്ലാങ്ങളെ വൈത്തിക്കാണ്. റാക്കാ വക്കത്തി, എന്റെ വക്കത്ത് റാക്ക അല്യായി ഫിൽ അറാളി വൽ ജവ്വി സുമ്മ സമായി. അപ്പൊ അതിന് ഇതില്ല. അപ്പൊ നമുക്ക് നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഒന്നും തയ്യബാകുന്നില്ലല്ലോ, വേറെന്നുള്ള വിഷയം വരില്ലേ. അപ്പോ ഹൽവത്ത്, റബ്ബോട് കൂടിയുള്ള ഹൽവത്ത് അരസിൽ തയ്യബായിരിക്കുന്നു. വേറെ ഒരു ചിന്താഗതി ഞങ്ങളിൽ കടന്നുകൂടിയിട്ടില്ല. അപ്പൊ ഈ ഹൽവത്ത് എന്ന് പറഞ്ഞാല് ഹിസ്സിയായിട്ട് കണക്കൂട്ടാൻ പാടില്ല. കാരണം നമ്മ അക്കീദ പഠിച്ച കൂട്ടറാണ്. എല്ലാ ആവശ്യമായ രംഗത്തും എന്താകണം, അക്കീദയുടെ വരണം. മുത്തശാബിഹി വന്നാൽ എന്താകണം, അതിനനുസരിച്ച് അർത്ഥം വെച്ചോളണം. ചുരുക്കത്തിൽ മൂന്നാമത്തെ ഒരാൾക്ക് പ്രവേശനമില്ല എന്നായി. അങ്ങനെ മൂന്നാമത്തെ ഒരാൾക്ക് ജിബ്രീൽ അലൈഹി സ്വലാമിനെ ഇവിടെ പറയുന്നല്ലേ പറഞ്ഞത്. പിന്നെ ആരെ കയറ്റുക? ഒരു മുർസലായ നബിയെയോ മുഖറബായ മലക്കിനെയോ കയറ്റാൻ പിന്നെ ആരെ കയറ്റു? തങ്ങൾ അദ്ദേഹം എത്ര ഓതിയില്ലേ. ഇപ്പൊ എന്നിട്ടോ ഫസാഖത്തിലഹു, തങ്ങൾക്ക് നല്ല ഇറങ്ങി. അതായത് വെള്ളം കുടിക്കുമ്പോ എന്താകും, തൊണ്ടക്ക് കേട്ട് എത്തജറഹു വലാ യകാദു യുസീഖുഹു സാഖ ശറാബു സുലാല ലം അറ ലീ ഖത്തു മാ സാന ഫിൽ ഐനി ഇല്ലാ ഹബ്ബി സുറാഖ് മാ സാന ഫിൽ ഐനി ഇല്ലാ ഹുസ്നാ ഹുനാകും വലാല സാഖ ശറാബു സുലാല ബിഗൈരികും യാ ഫുറാത്തി. ഫുറാത്ത് ഏതാണ്? നല്ല ജലം. ബിൽഹുൻ ഉജാജാകുന്ന അവസരത്തിൽ കുടിക്കാൻ പറ്റാത്ത രുചിയില്ലാത്ത വെള്ളമാണ്. അതെ, ഇത് അൽബം ഫുറാത്ത്. അപ്പൊ അതുപോലെ നിങ്ങളില്ലാണ്ട് എനിക്ക് ഇറങ്ങുന്നില്ല എന്നല്ലേ പറഞ്ഞു സാഹ. അപ്പൊ വെള്ളം കുടിക്കുമ്പോ സ്വസ്ഥമായിട്ട് അങ്ങ് ഇറങ്ങിപ്പോക്കിനാണ് സാഹ. എത്ര ചെറുതാകോ എന്ന് പറഞ്ഞാൽ എന്താക്കുന്നു, കുടിച്ചതാക്കാൻ കഴിയുന്നില്ല. അത് അർശന് എത്തിയിട്ടില്ല എന്നുകൊണ്ട് മുസ്ലിം പിന്നെ മദ്ഹബ് അർശ കഴിഞ്ഞ അല്ല ഖിലാഫുണ്ടല്ലോ. മുസന്നിഫ് നമ്മുടെ പല വിഷയത്തിലും മറ്റുള്ള ചരിത്രകാരന്മാർക്ക് ഇതിലുണ്ട്. അത് റുയ്യത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നില്ല. റുയ്യത്തിനെ മൂപ്പർ അനവധി ആവർത്തിച്ച് പറയുന്നു. എന്താ അപ്പൊ സഹ്ബാഗ് എന്ന് പറഞ്ഞാൽ കള്ള്. സഹ്ബാഗ് ഹുൽവത്തുൻ, മധുരമുള്ള കള്ള്. വസിലാകുന്നത് കൊണ്ടെന്തായിന്നറിയോ, നമുക്ക് നല്ലോണം ഇറങ്ങിപ്പോയി. വസിലെന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുമായിട്ടുള്ള അൻവാറിൽ നിന്ന് ഹിജാബ് നീങ്ങലാണ് എന്നതിന്റെ അർത്ഥം. അബ്ദിന്റെ വസുല് എന്ന് പറഞ്ഞു അങ്ങനെ തടിയും ചേരലല്ല. കൽബിന്റെ മുമ്പിൽ കുറെ ഹിജാബ് ഉണ്ട്. ആ ഹിജാബ് നീങ്ങിയാൽ അത് വിസാല്, വസുല്, വസൂല് എന്നും പറയാം. മസ്തർ പലതുണ്ട്. ഇനി കമാ കാനത്ത് ആദമ സൽവത്തുൻ, കമാ കാനത്ത് ആദമ, ആദം അലൈഹിസ്സലാമിനുണ്ടായി മനസ്സമാധാനം ഉണ്ടായി. തസ്ലീത്ത് സൽവത്തുൻ, എന്തുകൊണ്ട്? ബിസ്മിഹി, തങ്ങളെ പേരുകൊണ്ട് എന്ന് പറഞ്ഞാലോ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലേക്ക് വന്നു.
ആരും കൂട്ടുകാരില്ല. ലോകത്തൊട്ടാകെ ഒരു വ്യക്തിയാകുമ്പോൾ പിന്നെ ആരെ കൂട്ടുകാരുണ്ടാവില്ല. അതോടൊപ്പം തന്നെ സ്വർഗത്തിൽ ഇറങ്ങിയ പ്രയാസമുണ്ട്. ഒരു ഹത്തിയത്ത് പോലത്തെ എന്തോ സംഭവം അവിടെ ഉണ്ടായിട്ടുമുണ്ട്. ഇതിനല്ലേ കുറെ കരഞ്ഞത്. അപ്പൊ അതിന് വേണ്ടി തങ്ങളുടെ പേര് വേണ്ടി ബിഹഖി ഹാദൽ വലതി എത്രയോ ഓതിയാകുന്നത്. ബിഹഖി ഹാദൽ വലതി യഗ്ഫിർ ലിഹാദൽ വാലിദ്. ഹാക്കിമിന്റെ റിവായത്തിൽ നമ്മൾ പലവട്ടം ആവർത്തിച്ചിട്ടുണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ നീട്ടാത്ത. ഇങ്ങനെ അർശിന്റെ മേലെ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നതിന്റെ അപ്പുറം മുഹമ്മദ് റസൂലുള്ളാഹി ചേർത്ത് വായിച്ചിട്ടുണ്ട്. അപ്പം ഖാലിഖിന്റെ ഏറ്റവും വലിയ ഇസ്മുൽ അഅ്ളമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു. അതിന്റെ അപ്പുറം എന്താ? മുഹമ്മദ് റസൂൽ. അപ്പൊ ഇതാരുടെ പേര്? അള്ളാഹുടെ പേരിന്റെ അടുത്ത് ഒരു ഹർഫിന്റെ ഫറക്കില്ലാതെ കണ്ട് ചേർത്ത് വായിക്കണമെങ്കിൽ ഇതാരുടെ പേര്? നിങ്ങളെ മക്കളുടെ കൂട്ടത്തിൽപ്പെട്ട നബിയുടെ പേരാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് ദ്വാരുന്നത് അതുണ്ട്. അപ്പൊ തങ്ങളെ പേരുപയോഗിച്ച് തവസ്സുല് ചെയ്ത് ദ്വാ ചെയ്തപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് എന്തുണ്ടായി? സൽവത്തുണ്ടായി. ഫതലഖ ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ എന്ന് പറഞ്ഞതിന് അങ്ങനെ വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ടല്ലോ. റബ്ബിന്റെ മക്കളിൽ നിന്ന് ചില കലിമാത്ത് പിടിച്ചെടുത്തു. അത് ഖുർആൻ അല്ലാഹുള്ളത് റബ്ബനാ ലലംനാ അൻഫുസനാ എന്നുള്ള ദുആയാണ്. സൂറത്ത് ഖുർആനിലുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ദുആന്റെ കൂടെ തവസ്സുലാത്തും ഉണ്ടാകാം. അതിനെതിരല്ലല്ലോ. അപ്പൊ ഉള്ളതുപോലെ ലി അൻവാരിഹി ഫീ വജ്ഹി ആദമ ജൽവത്തു. ലി അൻവാരിഹി എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൻവാറിനുണ്ട് ജൽവത്തു, ഒരു തെളിച്ചം. ഇതിന്റെ ആദം അലൈഹിസ്സലാമിന്റെ മുഖത്ത് അതെല്ലാ ഉപ്പാപ്പമാരിലും ഉണ്ടായി എന്ന് പറഞ്ഞു. അത് ചിലപ്പോൾ ഖഫിയായി കിടക്കും, ചിലപ്പോൾ ലാഹിറാകും. അബ്ദുൽ മുത്തലിബ് ഉപ്പാപ്പാക്ക് അത് ഖഫിയായി കടന്നിരുന്നു. ആവശ്യത്തിന് വന്നപ്പോല്ലേ ആരാന്ന് അബ്രഹത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ബോധം കെട്ട് വീണ് അവസാനം പടപട പടച്ച് മൂക്കിൽ നിന്ന് നരിയും പലയിലും വന്നു എന്ന് പറഞ്ഞ് നമ്മതല്ലേ കണ്ണു തോന്നിയ അവസ്മാരെ കൊച്ചു കാണിച്ചെന്ന് പറഞ്ഞു പേടിച്ചിട്ട്. അപ്പൊ അതിൽ തന്നെ മറുപടി പറഞ്ഞില്ല. ഇത് അബ്ദുള്ളയിലേക്ക് നീങ്ങിയതാണെങ്കിൽ പിന്നെ അബ്ദുൽ മുത്തലിബിന് ഇല്ലല്ലോ. അത് ഇങ്ങനെ വെച്ചിട്ട് ആവശ്യത്തിന് എന്താക്കും ചിലപ്പോൾ കൊണ്ടുകൊണ്ടിരും, ചിലപ്പോൾ മറഞ്ഞു കിടക്കുന്നത് തെളിഞ്ഞു വരും. അപ്പൊ ഇത് തെളിമയാണ്. അതുപോലെ ഹവ്വ ബീബിന്റെ മുഖത്തുമുണ്ട്. എപ്പോഴ്? തങ്ങളെ കൊണ്ട് ഗർഭം ചുമന്ന്, അതായത് തങ്ങളെ നേർക്കുനേരെ അല്ലെങ്കിലും ദുര്യത്തിലുണ്ടല്ലോ, ഗർഭം ചുമന്ന അവസരത്തിൽ എന്തുണ്ടായിരുന്നു? ഹവ്വ ബീബിന്റെ മുഖത്തും ഉണ്ടായിരുന്നു. അതായത് സറാത്തും സറാ നൂറുൻ നബുവ്വത്തി. ഇതിൽ ബർദന്തി മൗലിദിൽ സറാത്തും സറാ നൂറുൻ നബുവ്വത്തി ഫീ അസാരീരി ഉററിഹിമുൽ ബഹിയ്യ എന്ന ബർദന്തി പറഞ്ഞു. ഉപ്പാപ്പമാർ 20 ഉപ്പാപ്പമാരുടെ പേരെണ്ണി. എന്നിട്ട് വന്ന സറാത്ത്, ഇവർ വലിയ നേതാക്കന്മാരാണ്. അങ്ങനത്തെ സറാ നൂറുൻ നബുവ്വ, നബുവ്വത്തിന്റെ പ്രകാശം സഞ്ചരിച്ചിട്ടുണ്ട്. ഫീ അസാരീരി ഉററിഹിമുൽ ബഹിയ്യ, അവർ പ്രസന്നമായ മുഖത്തിന്റെ ചൊളിവിൽ കൂടെ തേജസ് ഇങ്ങനെ കാണാൻ കഴിയുന്നു. അതിന് മറ്റുള്ള ഭാഷയിൽ പറയുന്നത് മുഖശ്രീ എന്നാ പറയുന്നത്. ഇനി അപ്പൊ ബനീപ്പന്റെയും ഉമ്മാന്റെയും മുഖത്തുണ്ടായിരുന്നു. പിന്നെ يكون تفضحا إلى أن لعبد الله جاء وقد ضحى لا أبره من بدر وأضحى من الضحى وأنوار من شمس وإشراقه أجلى صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البرية وما زال نورا. ഇപ്പം എന്താ പറഞ്ഞത്? ആദ്യത്തെ ഉപ്പ ആദം അലൈഹിസ്സലാമിന്റെ മുഖത്തും ഉണ്ടായി, പിന്നെ ആദ്യത്തെ ഉമ്മയാരി ഹവ്വ ബീബിന്റെ മുഖത്തും ഉണ്ടായി. അങ്ങനെ മാസാല. അപ്പൊ തങ്ങളെ പിതാക്കന്മാർ കടന്നു വരുന്തോറും ഈ പ്രകാശം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അല്ലേ? അൽ മുൻതഖലി മർദുനിന്റെ തുടക്കത്തിൽ എന്തുണ്ടായിന്? അല്ല, അബ്തദിഉൽ ഇംലാഅ ബിസ്മില്ലാഹിൽ അലിയ്യ, പിന്നെ മുസ്തദിറൻ ഫൈനൽ ബറകാത്തി അലാ മാ അനാലഹു വ ഔല വൗസന്നി ബിഹംദിൻ
موارده صائغة هنية ممتطئا من الشكر بطايا وأصلي وأسلم على النور المتقدم نور المتقدم ആ നബിയുടെ മേൽ സലാത്ത് ചൊല്ലുന്നു. എന്നിട്ട് പറഞ്ഞെന്താണ്? അൽ മുൻതഖിൽ ഫിൽ ഖുററിൽ കരീമത്തി, മഹത്തായ മുഖങ്ങളിൽ അത് തെളിഞ്ഞു തെളിഞ്ഞു വന്നിരുന്നു. അൽ മുൻതഖിൽ യൻഖുലുനി എന്ന് പറഞ്ഞു. അത് തന്നെയാണ് വമാസാല നൂറൻ ഫിൽ വുജൂഹ്, തങ്ങളുടെ പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽപ്പെട്ട എല്ലാ മുഖങ്ങളിലും അത് തെളിഞ്ഞു വന്നിരുന്നു. തവല്ലുഹൻ, തവല്ലുഹ ഐ മുതവല്ലിഹൻ, അത് മസ്തറാന്നെങ്കിലും ഇസ്മു ഫായിലിനെ മാന നോക്കും. തവല്ലഹ എന്ന് പറഞ്ഞാൽ മസ്തറാത്ത്, മസ്തർ എന്താക്കും? മുതവല്ലിഹൻ എന്നെന്താക്കും? ഇസ്മു ഫായിലായിട്ട് അർത്ഥം വെക്കും. മുഗീസൻ ലഹും, അവർക്ക് സഹായം ചെയ്യുന്നവരായിക്കൊണ്ടും, ആർക്ക്? ഈ പിതാക്കന്മാർക്ക്. വജഅലനി ഫീ സഫീനത്തി വജഅലനി ഫീ സൽബിൽ ഖലീലി, ഓരോ വിഷമഘട്ടത്തിൽ തങ്ങൾക്ക് സഹായം ചെയ്യുന്നവരായിക്കൊണ്ട്. നിങ്ങൾക്ക് അള്ളയിലെ സഹായം, അള്ളാഹ് ഈ ആലമിൽ സൃഷ്ടിച്ച എന്താ? ഫഅംബത്നാ ബിഹി ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത, അള്ളയിലെ മുളപ്പിക്കുന്നു. സമ്മതിച്ചല്ലോ, ലിനുഖ്രിജ, നമ്മളെ മുളപ്പിക്കാൻ. ബിഹി എന്ന് പറഞ്ഞു. വെള്ളത്തിനിടെ തഹ്സീലില്ല, പക്ഷെ ഇഖ്റാജിന് അന്നുണ്ടാക്കി ബിഹിയുടെ പറഞ്ഞിട്ടുണ്ട്. അവൻ വെള്ളം എന്നില്ല മുളപ്പിക്കുന്ന സാധനവുമല്ല, വെള്ളത്തിനൊരു പദവി ഇല്ലാന്നുമില്ല, അർഹിക്കുന്ന പദവി കൊടുത്തോളൂ. മുഗീസൻ ലഹും, അതാ എന്തിനെ തൊട്ട്? മിമ്മാ യകൂനു തഫല്ലുഹൻ, വഷടാകുന്ന, അതായത് ഫളീഹത്താകുന്ന കാര്യങ്ങൾ ഉണ്ടാവലിനെ തൊട്ടെന്താക്കി കാത്ത്. അപ്പൊ അവരെ വാക്കുന്ന അനിഷ്ടകരമായ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആളെ കൊണ്ട് പറയിക്കുന്ന കാര്യം ഉണ്ടാകുമല്ലോ. അപ്പൊ വലം ഞൽത്തക്കിയാല സിഫാഹിൻ കത്ത് എന്ന് പറഞ്ഞതും മറ്റുള്ള ഐബുകളെ ആക്ഷേപിക്കപ്പെടുന്ന ഐബുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും എല്ലാം പറഞ്ഞില്ല. അതാകുന്ന മസാല നൂറും മുഹമ്മദിൻ മുതനഖില ഫി തയ്യിബീന ത്വാഹിരീന ലവിൽ ഉല, തങ്ങളെ നൂറ് വഹിക്കുന്ന ആളുകൾക്ക് അത് സംഭവിക്കൂല എന്നാ പറയുന്നത്. അല്ല, മിമ്മാ യകൂനു മുഗീസൻ ലഹും, ആ വുജൂഹിന്റെ അസ്ഹാബ് ഉണ്ടാവുമല്ലോ, അവർക്ക് കാക്കുന്നവരായി, സഹായം ചെയ്യുന്നവരായി. മിമ്മാ യകൂനു തഫല്ലുഹൻ, അതാ ബിഹ എന്നാണ്. അവർക്കൊന്ന് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ആളെ കൊണ്ട് പറയിക്കുന്ന കുറ്റകരമായ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ചുരുക്കത്തിൽ മഹഫൂലീങ്ങളാണ്. മഹസൂമീങ്ങൾ എന്നുള്ളത് അമ്പിയാക്കൾക്ക് പ്രത്യേകം കൊടുത്ത പദവി. അപ്പൊ മഹഫൂലീങ്ങളാണ്. എത്ര വരെ? മിൻ ആദമിൻ വഇലാ അബിഹി ഉമ്മിഹി എന്ന് പറഞ്ഞു. ഹഫിളലില്ലാഹു കറാമത്തൻ ലി മുഹമ്മദി ആബാഅഹുൽ അംജാദ സൗനൽ ലിസ്മി ഹത്താ ലി അബ്ദില്ലാഹി ഇലാ അൻ ലി അബ്ദില്ലാഹി ജാഅ, തങ്ങളുടെ ഉപ്പയല്ലേ അബ്ദുള്ളയിലേക്ക് വന്ന് വക്കതുള്ള ആ നൂറ് പ്രകാശിച്ചതായ സ്ഥിതിയിൽ എന്തായി? അബ്ദുള്ളയിലേക്ക് എത്തി. ല അബ്ഹറു മിൻ ബദരിൻ, ബദറിനേക്കാൾ തങ്ങൾ പ്രകാശിക്കുന്നവരാണ്. വദ്ഹ മിന ദുഹാബക്കത്തിനേക്കാൾ തെളിവുള്ളവരുമാണ്. ദുഹാബക്കത്തിൽ സൂര്യനാണ് ഉണ്ടായത്. വ അൻബറു മിൻ ശംസിൻ, ശംസിനേക്കാണ് അൻബറുമാണ്. മാത്രമല്ല വൈശ്റാഖുഹു അജ്ല, തങ്ങളുടെ ഇശ്റാഖാണ് സൂര്യനെ അപേക്ഷിച്ച് ഏറ്റവും തെളിഞ്ഞിട്ടുള്ളത് എന്നാണ്. അതൊക്കെ നമ്മൾ ശമായിൽ കുറെ ഓതിയില്ല. ഇനിയിപ്പം ആദ്യം പറഞ്ഞൊരു കൺക്ലൂഷൻ പറയലാണ്, ഒരു ആവർത്തനം. ഇനി وفي الحشر كل جاءه مستظله لأن لي والحمد كان مضله روينا حديثا صح عن حفيظ الله لإشراقه لم تشخص الشمس ظله ومن عجب شخص ولا يشخص الظل حسبي ربي جل الله
ما في قلبي غير الله نور محمد صلى الله لا إله إلا الله വഫിൽ ഹശരി മഹ്ശറയിലെ കുല്ലുൻ എല്ലാവരും ജാഅഹു തങ്ങളുടെ അടുക്കിലേക്ക് വന്ന് നിഷേധിക്കുന്ന ആളും വരും, എല്ലാവരും വന്നു. ഏത് രീതിയിൽ? മുസ്തലില്ലഹുദ് ഹാലാണ്. മുസ്തലില്ല് എന്ന് പറഞ്ഞാലോ ലില്ലിനെ തേടുന്നവരും. മേലവർഷ തണല്. അപ്പൊ സഹായത്തിനെ തേടുന്നവർ തണല് എന്നുള്ള എന്താക്കും? സഹായത്തിനെ പറയുന്നില്ല. യൗമലാന്നില്ല ഇല്ലാന്നില്ലു. അപ്പോൾ മുസ്തലില്ലായിക്കൊണ്ട് ഹൂ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ, അത് അതിനെ ഇലാഫത്ത് ചെയ്ത് മുസ്തലില് ഹാല് ഇതിൽ നിന്ന് കൊല്ലും ജാഹിൽ നിന്ന്. അപ്പൊ തങ്ങളുടെ തണൽ തേടിക്കൊണ്ട് എല്ലാവരും ഹസ്ലിങ്ങോട്ട് വരും. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? അന്ന ലിവാ അൽ ഹംദി, ലിവാ ഉൽ ഹംദ് കൊടിയുണ്ടല്ലോ, കാന മുന്നില്ലഹു, അത് തണൽ കൊടുക്കുന്ന സാധനമാണ്. അതിന്റെ കീഴിൽ ഒരുമിച്ച് ദ്വാരക്കുന്നില്ലേ, അത് തണലാണ്. റുവീന അട റബൈന എന്നും വായിക്കാന്നാണ്. ഇതുപോലെ ഇമാം നബവി തങ്ങളെ ശ്രമിക്കുകയാണല്ലോ റുവീന, അദ്കാറിലൊക്കെ പറയുന്നു റുവീന, നമുക്ക് റിവായത്ത് ചെയ്യപ്പെട്ട് എന്ന് വെച്ചാൽ വേറൊരു നമുക്ക് റിവായത്ത് ചെയ്ത് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ റവൈന എന്ന് പറഞ്ഞാൽ നമ്മൾ റിവായത്ത് ചെയ്തു, അത് അനുയോജ്യമായിട്ട് വെക്കലാണ്. അപ്പൊ റവൈന ഹദീസൻ, ഒരു ഹദീസ് നാം റിവായത്ത് ചെയ്തു എന്ന് വെക്ക്. മനസ്സിലായില്ലേ? എങ്ങനത്തെ ഹദീസ്? സഹ, സഹീഹായ ഹദീസ് റിവായത്ത് ചെയ്തു. ആരെ തൊട്ട്? അൻ ഹാഫിദ്, ഒരു ഹാഫിളായ പണ്ഡിതനെ തൊട്ടിട്ട്. ഹദീസിന്റെ ഹാഫിദ് ഉണ്ടാവുമല്ലോ ഹദീസ്, ലഹു, ആ സഹീഹായ ഹദീസിനെ ഹിഫ്ള് ചെയ്ത ഹാഫിളായ പണ്ഡിതനെ തൊട്ട് നമ്മൾ സഹീഹായ ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ട്. അല്ല നമുക്ക് റിവായത്ത് കിട്ടിയെന്നും പറയാം. എന്താ ഉള്ളത്? തങ്ങൾ മുഴുവനും പ്രകാശമായ കാരണത്തിന് വേണ്ടി, അതിലാമു തഅലീൽ, തങ്ങൾ മുഴുവനും പ്രകാശമായതിന്റെ പേരിൽ ലം തുഷ്ഖിശ് ശംസു, സൂര്യൻ എന്താക്കിയിട്ടില്ല, വെളിപ്പെടുത്തിയിട്ടില്ല, ലില്ലഹു, തങ്ങളെ ലില്ലിനെ. ലില്ലിനെ കാണിക്കണമെങ്കിൽ എന്താ വേണം? ഇവിടുന്ന് പ്രകാശം വരുമ്പോൾ ഇവിടെ ഒരു പ്രകാശത്തെ തടയുന്ന ഒരു ഒപ്പേക്ക് സാധനം വേണം. ട്രാൻസ്പെയറന്റിന് അപ്പുറം വെച്ചാൽ ലില്ലുണ്ടാവില്ല, അല്ലേ ലത്തീഫ? ഒരു സാധനം ഒന്നിക്ക് ട്രാൻസ്പെയറന്റ് ആകാം, അല്ല ഒപ്പേക്കാകാം. ട്രാൻസ്പെയറന്റ് തന്നെ പ്രകാശം കടന്നു പോകുന്നത്. അപ്പം എന്തുണ്ടാവില്ല? ഈ സാധനത്തിന് ലില്ലിപ്പുറം കാണില്ല. ഒപ്പേക്കായി കഴിഞ്ഞാൽ പ്രകാശത്തിന്റെ സഞ്ചാരം അടത്തടഞ്ഞു നിർത്തി. അപ്പൊ ഇതിന്റെ ഇതായിരിക്കും കാണുക. അപ്പൊ ഇഷ്റാഖിഹിന് തങ്ങൾ മുഴുവനും പ്രകാശമായതിന്റെ പേരിൽ ലം തുഷ്ഖിശ് ശംസു ലില്ലഹു, തങ്ങളെ ലില്ലിനെ പ്രകടിപ്പിച്ചിട്ടില്ല. അതെ, ഏതിൻ്റെ? കൊടിയല്ലേ? ഞാൻ ഹംദി അപ്പുറം പറയുന്നില്ലേ? എടാ, ആ ലില്ലുന്നല്ലോ. നമ്മൾ ലില്ലിന് അർത്ഥം വെച്ചാൽ എന്താ? തണല് എന്നല്ലല്ലോ, സഹായം എന്നല്ല അർത്ഥം. സഹായത്തിന് ലില്ലുണ്ടാവുക, അത് മാനവീയായ സാധനല്ലേ? തണല് എന്നർത്ഥം വെക്കാറില്ലല്ലോ. നോക്കാം. എന്നിട്ട് പറയുന്നു വമിൻ അജബിൻ, അജബിൽപ്പെട്ടതാണല്ലോ ഷഖ്സുൻ, ഒരു ഷഖ്സ് ഉണ്ടാവുക. എങ്ങനത്തെ ഷഖ്സ്? വല, അവർക്ക് ഷഖ്സുണ്ട്, തങ്ങൾക്കൊരു തടിയുണ്ട്. വല ഇല്ല, ലില്ലിനെ പ്രകടമാക്കാത്ത തടി. ആ ഷഖ്സിന്റെ സിഫത്താണ് വല ഇല്ല, ലില്ലിനെ പ്രകടമാക്കാത്ത തരത്തിലുള്ള ഒരു ഷഖ്സ് ഉണ്ടാവുക എന്നുള്ളത് അജബാണ്. സഹീഹായ ഹദീസ് ഏതാ? അഖ്റജ ഇബ്നു അബി ഖൈസമ ഫീ താരീഖിഹി വൽ ബൈഹഖി വബ്നു അസാകിർ അൻ ആയിഷ റളിയല്ലാഹു തആല അൻഹാ. അതാ അത് നമുക്ക് ലില്ലില്ലാത്തല്ലേ വേണ്ടി, അത് പറയാം. അതാ ലം യകുൽ യുറാ ലഹു ലില്ലുൻ. അഖ്റജൽ ഹകീമു തിർമിദി അൻ بكوانا أن رسول الله صلى الله عليه وسلم لم يكن
യുറാ ലഹു ളില്ലുൻ ഫീ ശംസിൻ വലാ ഖമരിൻ. കണ്ടോ, ശംസുണ്ടായാലും ശരി കമറുണ്ടായാലും ശരി തങ്ങൾക്ക് ലില്ലില്ല എന്ന് ഹക്കീം തിർമിദി റിവായത്ത് ചെയ്തിരിക്കുന്നു. ഖാല ഇബ്നു സബഅ പറയുന്നു മിൻ ഖസായിസിഹി അന്ന ളില്ലഹു ലാ യഖഉ അലൽ അർളി, ഭൂമിയിൽ പതിയൂല തങ്ങളെ ലില്ല്, അത് തങ്ങളെ ഖുസൂസിയാത്തിൽപ്പെട്ടതാണ്. വഅന്നഹു കാന നൂറൻ, കാരണം കംപ്ലീറ്റ് തങ്ങൾ നൂറാണ്. ഫകാന ഇദാ മശാ ഫി ശംസി അവിൽ ഖമരി, സൂര്യനിലോ ഖമറിലോ നടന്നാൽ ലാ യുൻളറു ലഹു ളില്ലുൻ, തങ്ങൾക്ക് ലില്ല് കാണപ്പെടൂല. قال بعضهم ويشهد له حديث قوله صلى الله عليه وسلم في دعائه واجعلني نورا, എന്നെ മുമ്പിൽ നൂറ് വേണം, ബേക്കിൽ നൂറ് വേണം, നൂറിന് കുറേ ദ്വാരമില്ലേ, വജ്അൽനീ നൂറാ, ആ നൂറോടാണ് എന്നെ തന്നെ നൂറാക്കണം എന്ന ദുആ അതിൽ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അപ്പൊ നൂറിനെ നൂറ് കൊണ്ടും കേൾക്കില്ല, ഹിജാബ് ഇടില്ല. ഇനി لأكثر أهل الأرض جودا كأنه سحاب يعم الأرض غيثا لأنه أتى رحمة للخلق والحق صنه لأفصاح أهل الأرض نطقا وإنه لأصدقهم قولا وأحسانهم فعلا. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. أما لا نعم ഇവിടെ തൗക്കീദാക്കിയിട്ടുണ്ടാകും. ലഅക്സറു അഹ്ലൽ അർളി, ഭൂമിയിലുള്ള എല്ലാ അവളെക്കാളും ജൂതൻ, ദാനധർമ്മത്തിന് വർദ്ധിച്ചവരാണ് തങ്ങൾ. ഏതുപോലെ ഉണ്ട് ദാനധർമ്മം? അന്നവും പറഞ്ഞില്ലേ, പെയ്യുന്ന മഴ പോലെയാണ്, പെയ്യുന്ന മഴ പോലെ. കഅന്നഹു സഹാബുൻ യഉമ്മുൽ അർള ഗൈസൻ, ഏതുപോലെ ജൂദ് ചെയ്യും? കഅന്നഹു സഹാബുൻ, തങ്ങൾ മേഘം പോലെയാണ്. എങ്ങനത്തെ മേഘം? യഉമ്മുൽ അർള ഗൈസൻ, മഴയാല് ഭൂമി ആമാക്കുന്ന വലിയ മേഘയില്ലേ, ആ മേഘത്തിൽ നിന്നാണല്ലോ വെള്ളം കിട്ടുന്നത് എന്നതുപോലെയാണ് എന്താക്കി തങ്ങളെ ജൂദിന്റെ വിഷയത്തിൽ മേഘത്തിനോട് തസ്ബീഹാണ്. ലിഅന്നഹു അതാ, അതിന് എല്ലത്ത് കൊടുക്കുന്നത് ലിഅന്നഹു അതാ റഹ്മത്തൻ ലിൽ ഖൽഖി, മുഴുവൻ പടപ്പുകൾക്കും റഹ്മത്തായി വന്നവരാണല്ലോ. അപ്പൊ മുഴുവൻ പടപ്പുകൾക്കും തങ്ങളെ പക്കൽ നിന്നുള്ള ആനുകൂല്യം കിട്ടണമല്ലോ, സ്വാഭാവികല്ലേ. എന്ന് മാത്രമല്ല വൽ ഹക്ക, ഹക്കിനെ, സന്നഹു, ഇവിടെ ശരീഅത്താക്കി മാറ്റി തന്ന്, ഹക്കിനെ തങ്ങൾ എന്താക്കി? ശരീഅത്താക്കി. ശറഅഹു വജഅലഹു മുസ്തഖീമൻ. ലഅഫ്സഹു അഹ്ലൽ അർളി, ഭൂമിയിലുള്ള എല്ലാവരേക്കാളും ഫസാഹത്തുള്ളവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരത്തിനാൽ. വഇന്നഹു ലഅസ്ദഖുഹും ഖൗലൻ, ഖൗലാൽ ഏറ്റവും സിദ്ഖുള്ളവരുമാണ്. വഹസനുഹും ഫിഅല, പ്രവർത്തനത്തിനാൽ ഏറ്റവും ഹസനുമാണ്. അപ്പൊ എല്ലാ വഴിയിൽ കൂടി അങ്ങോട്ട് പറഞ്ഞു. ഇനി يميني على صدقي أبر وأعمد لا أفضل من بالكتب أرسل أحمد صلى الله عليه وسلم لا أكرم معت جوده يتعمد لا أعدل من بالحق قام اللهم صل عليه وسلم فإن هو لم يعدل فمن ينشر العدل صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. യമീനി, എൻ്റെ സത്യം ചെയ്യല്. എന്തിൻ്റെ മേലെ? അലാസതക്ക്, ഞാൻ പറഞ്ഞത് നേരാണ്, ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിന് സത്യം ചെയ്ത് പറഞ്ഞല് അബറു, ഏറ്റവും അബറായ സത്യമാണ്, സത്യം പിഴക്കൂല. വഅഹ്മദു, ഏറ്റവും ശക്തി കൂടിയ സത്യവുമാണ്. അതായത് സത്യം ചെയ്ത് പറഞ്ഞാൽ പിഴക്കാത്ത സാധനമാണ്. എന്താ? ല അഫ്ളലു മൻ ബിൽ കുതുബി ഉർസില,
കിതാബുകളുമായി അയക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലി അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് ഞാൻ സത്യം ചെയ്താൽ ഏറ്റവും സത്യമായ അബറായ സത്യമായിരിക്കും. അതുപോലെ കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അക്രം, ഏറ്റവും കർമ്മടയവര് ജൂദുഹു, അവരുടെ ജൂദ് യുതഅമ്മദു എന്നാണ്. എല്ലാവരും ലക്ഷ്യം വെച്ചിട്ട് പോകും. ആ ജൂതൊന്ന് കിട്ടണം. ഉള്ളവർക്കും പോകും. ഉള്ളവർ ബറക്കത്തിക്കാം. അയ്യൂബ് അലൈഹി സ്വലാമിനോട് ചോദിച്ചില്ല, അലാം അത് നെയ്ത്തുക്ക, നിന്നെ കിനാക്കിയില്ലേ, എന്നുണ്ടെങ്കിൽ എന്താക്കും, ബർക്കത്തിന് തൊട്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പുറക്ക് ചോറ് വെക്കാറ്റല്ല ആണ്ടിന്റെ ചോറ് വാങ്ങുന്നു, ആ ബർക്കത്തിന് തൊട്ട് ചെയ്യില്ല. അപ്പോ ജൂദുഹു യുതഅമ്മദു, എല്ലാവരാലും അതിലേക്ക് ലക്ഷ്യം വെക്കുന്ന ജൂതാണ് തങ്ങള്. അത് കൊടുക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും അക്രമമാണ് തങ്ങൾ. ഹക്കുമായി നിലനിന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും നീതിയുള്ളവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ഫൈൻഹു ലം യഅദിൽ, തങ്ങൾ നീതി ചെയ്യൂലെങ്കിൽ ഫമൻ യൻസുറുൽ അദ്ല, നീതിനെ ഇവിടെ നടപ്പിലാക്കുന്നത് ആരാണ്? അത് ഒരുത്തന് മറുപടിയാണ്. തങ്ങളോട് പറഞ്ഞില്ലേ നീതി പാടൊന്നല്ല പറഞ്ഞു, പഠിപ്പിക്കാൻ കഴിഞ്ഞില്ലേ? അതെ. അപ്പൊ ഫൈൻഹു ലം യഅദിൽ ഫമൻ യൻസുറുൽ അദ്ല, ആ ചോദ്യം. തങ്ങൾ നീതി ചെയ്യൂല്ലെങ്കിൽ പിന്നെ ആരവിടെ നീതി ചെയ്യുന്നതാണ്? ഇനി له في جميع العاليات مقامات وفي فاستقم وفق المراد استقامة يبين آذان فضله وإقامة لإعلائه ما كان يعلوه قامة إذا هو ماشى الخلق قامته أعلى صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. ലഹു, തങ്ങൾക്കുണ്ട് മഖാമത്തുൻ, വലിയ ഉന്നതമായ പദവിയുണ്ട്. എവിടെ? ഫീ ജമീഇൽ ആലിയാത്ത്, ഉന്നതമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം തങ്ങൾക്ക് വലിയ പദവിയുണ്ട്. ലഹു ഫീ കുല്ലി മഖാമിൻ, അതിനെ തടക്കുന്ന മുമ്പ് എന്താണ്? ലഹു കമാലൻ, എന്ത് കമാലിന്റെ വസ്ഫുണ്ടോ ആ കമാലിന്റെ ഓരോ വസ്ഫിലും തങ്ങൾക്ക് കമാലുണ്ട്. അതെ, ഒലിക്കൊല്ലി കമാലി മിന്നു കമാൽ. അപ്പോൾ ഉന്നതമായ കാര്യങ്ങൾക്ക് എന്ത് പറയും? ആലിയത്ത്. അതിനെല്ലാത്തിനും എന്തുണ്ട്? തങ്ങൾക്ക് വലിയ പദവിയാവുള്ളൂ. സുഹൂദ് എടുക്കുക, തവക്കുൽ എടുക്കുക, ഇൽമെടുക്കുക, ഹിൽമെടുക്കുക, സബർ എടുക്കുക, എന്തെടുത്ത് നോക്കിയാലും പടപ്പ് കടക്കൂട്ടത്തിൽ ഏറ്റവും കമാലുള്ളത്. വഫീ ഫസ്തഖിം, വാനിൽ പറഞ്ഞില്ലേ ഫസ്തഖിം കമാ ഉമിർത, കമാ ഉമിർത്തന്റെ മയനാന്ന് കൊടുത്തത് വഫ്കൽ മുറാദീൻ. കമാ ഉമിർത്ത എന്ന് പറഞ്ഞാൽ തങ്ങളോട് കൽപ്പിക്കപ്പെട്ട പോലെ എന്നല്ലേ, അങ്ങനല്ലേ വഫ്കൽ മുറാദി. അള്ളാഹുവിന്റെ മുറാദ് അനുസരിച്ച് ഇസ്തിഖാമത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലില്ല? അതിലുണ്ട് ഇസ്തിഖാമത്തുണ്ട്. എന്തുകൊണ്ട്? തങ്ങളോട് അള്ളാഹു തആല കൽപ്പിച്ചപ്പോൾ തങ്ങളത് പ്രാവർത്തികമാക്കും. അപ്പൊ ഫസ്തഖീം എന്ന കൽപ്പനയിൽ ഇസ്തിഖാമത്ത് തങ്ങളിലുണ്ട് എന്ന് മനസ്സിലായി. അതിനെ ലാസിമ ദലാലത്ത്, ലാസിമിന്റെ ദലാലത്ത് ഉണ്ടാവില്ലേ? ഇൽത്തിസാമിയായ ദലാലത്ത്. അതായത് ദലാലത്ത് പല തരത്തിലല്ലേ. എന്താണ്? മുതാബക്കിയായ ദലാലത്തൊന്നും ഉണ്ടാവും, തളമ്മുനിയായ ദലാലത്തുണ്ടാവും, ഇൽത്തിസാമിയാണ്. ഇൽത്തിസാമിയെ തന്നെ അഖലിയുണ്ട്, ശറഈണ്ട്, പല ഇനങ്ങളുണ്ട്. ഒരാൾ നിസ്കരിക്കുമ്പോൾ അയാൾക്ക് ഒന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാ? ഉണ്ട്. എന്തുകൊണ്ട്? നമസ്കാരത്തിന് ഒന്നും ഇൽത്തിസാമിയായിട്ട് അറിയാം. നിസ്കാരം ഇല്ലല്ലോ, പക്ഷെ അത് ഇൽത്തിസാമി അഖലിയല്ല, ശറഈയാണ്. ശറഈൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒന്നും ഉണ്ടായിരിക്കണം. ഇല്ല, അഖലും ഒരാൾ കേട്ടി നോക്കി നമ്മ പറയും വിധി കൊടുക്കുമല്ലോ നിൽക്കുന്നു. ഇൽത്തിസാമിയുണ്ട്, അഖലിയ ഇൽത്തിസാമിയുണ്ട്.
അപ്പോൾ ഈ ഇസ്തിഖാമത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഖബർ മുബ്തദ മുഅഖറത് വഫീ ഫസ്തഖിം മഫ്കൽ മുറാദി ഇസ്തിഖാമത്തുൻ. ഇസ്തഖിം എന്ന കൽപ്പനയിൽ എന്തുണ്ട്? ഇസ്തിഖാമത്തുണ്ട് എന്ന് എങ്ങനെ കിട്ടി? അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ ഹബീബായ അല്ലാഹ് പറഞ്ഞ എല്ലാ കാര്യത്തിലും ഭയപ്പെടുന്ന ഒരു അബ്ദിനോട് പറയുന്ന വാക്കാണിത്, ഫസ്തഖിം. അപ്പൊ ഇസ്തിഖാമത്തോടെ ജീവിച്ചിട്ടുണ്ട് എന്ന് ഇതില്ലല്ലോ, അല്ലെ പിന്നെ കുറിച്ചുകെട്ട് കാട്ടിന്ന് അർത്ഥം വെക്കേണ്ടത് അല്ലേ? തങ്ങൾ ശരീഅത്തിനെ പിൻപറ്റിയിരുന്നു. എവിടെ? തങ്ങൾ ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഇഹാ. ജഅൽനാക അലാ ശരീഅത്തിൻ മിനൽ അംരി ഫത്തബിഇഹാ. ശരീഅത്തിലാണ് തങ്ങളാക്കിയത്, പിൻപറ്റണം എന്ന് പറഞ്ഞു. പിൻപറ്റിയോ? എന്താ ഉത്തരോ? പിൻപറ്റി എങ്ങനെ കിട്ടി? അമർ വന്നാൽ ആരാണ് ആമിർ? റബ്ബുൽ ആലമീൻ, റബ്ബുൽ ഇസ്സത്തായ അല്ലാഹു തങ്ങളോട് എല്ലാത്തിലും അബ്ദാക്കിക്കൊണ്ട് സ്വീകരിക്കുന്ന വെളിപ്പെടുന്ന അബ്ദായത്. അപ്പോൾ ഫത്തബിഇഹാ എന്ന് കൽപ്പന ഇരുന്നുണ്ട്. ഇത്തബഅ ശരീഅത്താന്ന് കിട്ടും, ഇൽത്തിസാം. അതിനല്ലേ കുറച്ച് മന്ദിക്കല്ല ഓതണമെന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലായാണ്. യുബീനു അദാനുൻ വ ഇഖാമത്തുൻ ഫളലഹു. ബാങ്കും ഇഖാമത്തും തങ്ങളെ ഫളിലിനെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ബാങ്കിൽ എന്താണ്? കലിമത്തു ഷഹാദയും കലിമത്തു റിസാലയും. ഇനി ലിഇലാഇഹി, തങ്ങൾ ഉന്നതനായ കാരണത്തിന് വേണ്ടി. തഹലീലാണ് മാ കാന യഅലുഹു ഖാമത്തുൻ, ഒരു ഖാമത്തും തങ്ങളെ മറികടക്കൂല. അപ്പൊ തങ്ങളെ പൊക്ക എങ്ങനെയാന്ന്? കാന റബഅത്ത് അല്ലേ, ഒത്ത ഉയരമുള്ളവര്. അപ്പൊ നാലാളെ കൂട്ടത്തിൽ കൂടിയാ തങ്ങൾക്ക് ആയിരിക്കും ഉയരം കാണിക്കുക. ആ തങ്ങളുടെ ആ മാനവീയായ ഉന്നതി എന്താക്കും? ഹിസ്സിയായ ഉന്നതി നമുക്ക് തെളിഞ്ഞു കാണും. മാ കാന യഅലുഹു ഖാമത്തുൻ. എപ്പോഴ്? ഇദാ ഹുവ മാഷൽ ഖൽഖ, പടപ്പുകളോട് ഒപ്പം നടന്നാലോ ഖാമത്തുഹു അലാ, തങ്ങളെ ഖാമത്ത് ഉന്നതമായി കാണും. അത് ഹദീസാണ് മുപ്പർ വൈത്താക്കിയത്. നമുക്ക് അഖ്റജ ഇബ്നു അബി ഖൈസമ ഫീ താരീഖിഹി വൽ ബൈഹഖി വബ്നു അസാകിർ എല്ലാവരും റിവായത്ത് ചെയ്തു. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത് ലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതവീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തവീലല്ല. ഇങ്ങനത്തെ തവീൽ അൽ ബാഇൻ, നീളം കൂടിയ. വലാ ബിൽ ഖസീർ, ഖസീറു അല്ല അൽ മുതറദ്ദിദീൻ, അംഗങ്ങളൊക്കെ ഇങ്ങനെ ചുരുങ്ങി. അപ്പൊ അത് അധികം നീളമുള്ളവരോ അധികം കുറുകിയവരോ അല്ല. അപ്പൊ എന്തായിരിക്കും? വകാന യുൻസബു ഇല റബ്അ, റബ്അത്തിലേക്ക് ചേർക്കപ്പെടുന്നു. ഇദാ മശാ വഹദഹു, എപ്പോൾ തങ്ങൾ ഒറ്റക്ക് നടക്കുമ്പോൾ. എന്നാൽ വലം യകുൻ അലാ ഹാലി യുമാശിഹി അഹദുൻ മിനൻ നാസി യുൻസബു ഇല തൂലി ഇല്ലാ ത്വാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീളം കൂടിയവർ എന്ന് പറയപ്പെടുന്ന ആരെങ്കിലും തങ്ങളെ കൂടെ ഇട്ട് നോക്കാം. സ്വാഭാവികമായി നീളം കൂടിയ ഒരാൾ ഒന്നിച്ച് നടക്കുന്നുണ്ടെങ്കിൽ എന്താകും? ഇല്ലാ ത്വാലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്താക്കും? തങ്ങൾ ഉയർത്തി മറികടക്കും. നീളമുള്ള രണ്ടാൾ അപ്പുറം ഇപ്പുറം നിന്ന് ആ രണ്ടാളെയും തങ്ങൾ എന്താക്കും? നീളം കൊണ്ട് മറികടക്കും. അവ രണ്ടാളും പിരിഞ്ഞു പോയാൽ പണ്ടത്തെ റബ്ബാത്തിൽ തന്നെയായിരിക്കും. പറയുന്നു ഫിൽ ഖസായിസി, അത് ഖസായിസിൽ പെട്ടതാണ്. പിന്നെ ഇപ്പം നടന്ന വിഷയമല്ലേ പറഞ്ഞ്, ഇരുന്നാലോ തങ്ങളെ കത്തിഫ എല്ലാവരേക്കാളും ഉയരും എന്നും കൂടി എന്താക്കി ഇബ്നു സബഈ റിവായത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ മൂപ്പർ ഒറ്റ വാക്കിലൊക്കെ വൈത്താക്കിയല്ല. അള്ളാഹ് അതിനായിട്ട് പടച്ചോരി ആളുന്നുണ്ട്. മനുഷ്യനിക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ആവില്ല. പാടാ അതൊക്കെ നമ്മ പാടാൻ തോഫീക്ക് ചെയ്തിട്ടുണ്ട്. അത് ഭയ്യ പറയും.
لإجلاله ما الله ناداه باسمه ومن قبله نادى بأسمائهم رسلا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഹുവൽ മലക്കിയുൽ വസ്ഫി, വസ്ഫിന്റെ വിഷയത്തിൽ മലക്കിനെ കൊണ്ട് ചേർക്കപ്പെട്ടവരാണ്. എന്താ മലക്കിന്റെ വസ്ഫ്? എന്താണ്? ലത്തീഫായ ജിസ്മാണ്. ജിസ്മുൽ ലത്തീഫ് നൂറാനി, നൂറനാൽ എന്നുണ്ട്, ലത്തീഫായ ജിസ്മാണെന്നല്ലേ. അതാണ് മലക്കിയുൽ വസ്ഫി എന്താക്കിയ തസ്ബീഹാക്കിയിട്ട് അങ്ങോട്ട് പറഞ്ഞു. ആ വജ്ഹു ശബഹാണ് എന്താ പറയുക, ഫീ ലുത്ഫി ജിസ്മിഹി, തങ്ങളുടെ ജിസ്മിന്റെ ലുത്ഫിന്റെ വിഷയത്തിൽ. വൽ മലക്കിയുൽ അലിഫിലാമല്ലേ, അവിടെ എന്താ കേസ്? മുലാഫിന് ഇലൈഹി അലിഫ്ലാം എടുക്കുന്നതിനെന്താണ്? അല മലക്കിയുൽ വസ്ഫി മുഹമ്മദ് റസൂലുള്ളാഹി സാദിഖുൽ വഅദിൽ അമീൻ. അവിടെ അലിഫ്ലാമോ വ വസ്ലു അൽഫി വൽ മുലാഫി മുഖത്തഫ ഇംബുസിലത്ത് ബിസ്താനി ഖൽ ജഅദി ശഅർ. അത് ഇപ്പറ അൽഫിലാം ഉണ്ടെങ്കിൽ ഇപ്പറ അൽഫിലാം ചേർക്കാലോ. അതൊന്ന് നേബ് ചോദിച്ചാൽ എനിക്ക് അലിഫും ബാവൊന്നും എനിക്കറിയില്ല, ഞാൻ മറുപടി വന്നിട്ടതാണ്. ബാക്കി ഇങ്ങനെ കണ്ടുപിടിച്ചു. കാരണം ഞാൻ നേബിന് മുമ്പേ ഞാൻ ഒന്നും അലിഫും ബാവ് ഓതിയിട്ടില്ല. കക്കടിപ്പുറത്തോർ ഒരു വാക്ക് നിങ്ങൾക്ക് നെഹവുണ്ട് എന്നൊരൊറ്റ വാക്കുമ്പോൾ പോകുന്ന പോക്കായില്ല. ഞാൻ നെഹവ് ഓതിയിട്ടില്ല ഉസ്താദ്, ഞാനെന്ത് ചെയ്യും? നെഹവിന്റെ കിതാബ് ചൊല്ലിക്കൊടുക്കേണ്ടി വന്ന ഞാനെന്താക്കൽ? നിങ്ങൾക്ക് നെഹവുണ്ട് എന്ന്. ആ നെഹവ ഇപ്പം കാണുന്നത്. അതുകൊണ്ട് വേറെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. ഇനി വസീമുൻ എന്ന് പറഞ്ഞാൽ ഈ തങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരുപാട് അടയാളങ്ങളുണ്ട്. അതല്ല ദലാലുൻ നബുവത്ത് എന്നുള്ള പേര് നൂറുകണക്കിന് കിതാബല്ലേ ഇറങ്ങിയത്. നമ്മി പോതിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നുബുവത്തിന് ആലാമത്താണ്, ഇത് നുബുവത്തിന്റെ ആലാമത്താണ് എന്ന് പറഞ്ഞിട്ട് ദലാലുൻ നബുവത്ത് ആരിക്കല്ല ഏതെല്ലാം ഇമാമിങ്ങൾക്ക്. അപ്പൊ വസ്മ് എന്ന് പറഞ്ഞാൽ ആലാമത്താണ്. എന്നിട്ടോ ദറാഹുൽ ആലമൂന, ലോകം മുഴുവനും തങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ബി വസ്മിഹി, അലാമത്ത് ഉപയോഗിച്ചിട്ട്. അലാമത്ത് നോക്കിയിട്ട് ചിത്രം വരച്ചിട്ട് കാണിച്ചു കൊടുത്തില്ലേ സഹാബത്തിന്? ദലാലുൻ നബുവത്തിന് ഉസ്മാനിന്റെ തലയിലെ ബർക്കിനാൽ എന്തായി മിന്നുണ്ടല്ലോ. സഹ്റുഹു, തങ്ങളെ മുമ്പല് പ്രകാശിക്കുകയാണ്. ഇന്ദ ബസ്മിഹി, തങ്ങൾ പുഞ്ചിരിക്കുന്ന നേരത്ത്. അതാ പുഞ്ചിരിക്കുന്ന നേരത്ത് എന്താകും? അതാ وأخرج الطبراني وابن عساكر عن أبي هريرة رضي الله عنه. കുറച്ച് നീണ്ട ഹദീസാണല്ലേ. قال خرجنا مع رسول الله صلى الله عليه وسلم, തങ്ങളോടൊപ്പം നമ്മൾ പുറപ്പെട്ടു. ആര് പറഞ്ഞു? അബൂ ഹുറൈറ. ഉണ്ടാ حتى إذا كنا ببعض الطريق, വഴിമധ്യത്തിലെത്തിയപ്പോൾ സമിഅ സൗത്തൽ ഹസനി വൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാന്റെ ശബ്ദം കേൾക്കുന്നു. യബ്കിയാനി, രണ്ടാളും കരയുന്നു. വഹുമാ മഅ ഉമ്മിഹിമ, അവരാണെങ്കിലോ ഉമ്മാന്റെ കൂടെയാണ് താനും. ഫാത്തിമ ബീബിയല്ലേ ഉമ്മ. ഫഅസ്റഅ അസ്സൈറ, തങ്ങളെന്താക്കി യാത്ര സ്പീഡ് കൂട്ടിയിട്ട് ഹത്താഹും, എന്താ കുഞ്ഞുങ്ങളെ കരയുന്നെന്ന് നോക്കാൻ വേണ്ടി പോയി. ഫസമഅതുഹു യഖൂലു മാ ശഅനു ബിനി ഇബ്നയ്യ, എന്താ നമ്മളെ കുട്ടികളെ കാര്യം, എന്താ കരയുന്നതെന്ന് എന്താക്കി ചോദിക്കുന്നത് ഞാൻ കേട്ടുന്നു. ആര് പറയുന്നു? അബൂ ഹുറൈറ. ഫഖാലത്, അപ്പോൾ ഫാത്തിമ ബീബി പറഞ്ഞു, അല്ലത്ഷു, ദാഹം കൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഫതലബൽ മാഅ, വെള്ളത്തിനെ തേടി നോക്കുമ്പോൾ ഫലം യജിദ് അഹദുൻ ഖത്റതൻ, ഒരൊറ്റ തുള്ളി പോലും അവിടെ കിട്ടാനില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാവലിനി അഹദഹുമ, ഒരാളെങ്കി കൂട്ടിയിട്ട് വാന്ന് പറഞ്ഞിട്ട് എന്താക്കി? ഫനാവലതുഹു ഇയ്യ, ഫാത്തിമ ബീബി കൊണ്ടു കൊടുത്ത്. മിൻ തഹത്തിൽ ഖദ്ദി ഖിദിരി, വായിച്ചിരിക്കുന്നു. മിൻ തഹത്തിൽ ഖിദിരി, ഒരു മറന്റെ പിന്നിൽ കൂടി. കാരണം ഒന്നിച്ചാള് വേറെ ഉണ്ടല്ലോ.
ഫാത്തിമ ബീബി മറഞ്ഞുകൊണ്ടിട്ട്. ഫഅഖബഹു വളമ്മഹു ഇലാ സദ്രിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളുടെ സദറിലേക്ക് അണച്ചിട്ട് വഹുവ യലുഹു, യലുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? മാ യസ്കുതു, കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫഅദ്ലഅ ലഹു ലിസാനഹു, തങ്ങളുടെ നാവിനെ ആ കുഞ്ഞിൻ്റെ വായിൽ കുടിച്ചു. ഫജഅല യമുസ്സുഹു ഹത്താ ഹദഅ, അതെന്താക്കി? വലിച്ചിട്ട് ഇങ്ങനെ കുടിക്കുകയാണ്. ദാഹം അടങ്ങി. വസക്കന, കരച്ചിലും നിർത്തി. ഫലമസ്മഅ ലഹു ബുകാഅൻ, അപ്പോൾ ഒരാളെ കരച്ചിൽ മാറി. വൽ ആഖറു യബ്കി കമാ ഹുവ മാ യസ്കുതു, മറ്റേ കുട്ടിയെ എടുത്തിട്ടില്ലല്ലോ, അതും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഫകാന നാബിൽ നീൽ ആഖർ, മറ്റേ കുട്ടിനെ കൊണ്ടാന്ന് പറഞ്ഞിട്ട് ഫനാബലതു ഹിയഹു ഫഫഅല ബിഹി കദാലിക ഫസക്കത, അപ്പോൾ രണ്ടാളുടെ കരച്ചിലടങ്ങി. ഫമാ അസ്മഅ ലഹുമാ സൗതൻ, പിന്നീട് അവിടുന്ന് കൊണ്ട് ശബ്ദമേ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതൊന്ന്. وأخرج الدارمي والترمذي في الشمال والبيهقي والطبراني في الأوسط وابن عساكر عن ابن عباس رضي الله عنهما قال كان رسول الله صلى الله عليه وسلم أفضل الثنيتين, മുമ്പിൽ രണ്ട് പല്ലില്ലേ, അതിന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ വെപ്പ് വല്ലാകുമ്പോൾ ഗ്യാപ്പില്ലാണ്ടെങ്കിൽ ഒറ്റ പറപ്പാണ്. അപ്പോൾ സംസാരിക്കുമ്പോൾ കാറ്റ് പുറത്തു പോകില്ല. ഈ അക്ഷരത്തിന്റെ ഹംസിന്റെ അക്ഷരം വന്ന കാറ്റിങ്ങനെ പുറത്തു കൊണ്ട് പുറത്ത് പോകുമ്പോൾ ബൊബ ബൊബൊക്കെ ശബ്ദം ഉണ്ടാവും. അപ്പൊ തങ്ങൾക്ക് അങ്ങനത്തെ ഒരു കുറവ് വരാതിരിക്കാൻ എന്താക്കി? അഫലജാക്കിയിട്ടുണ്ട് പല്ലിൻ്റെ ഇട. അതാ നമ്മുടെ ചർച്ച. ഇദാ തകല്ലമ റുഇയ കഅന്നന്നൂർ കന്നൂരി യഖ്റുജു മിൻ ബൈനി സനായാഹു, തങ്ങൾ സംസാരിക്കുന്ന അവസരത്തിൽ ആ സനിയത്തിനിടയ്ക്ക് നൂറ് പോലാത്തത് ഇങ്ങനെ പുറപ്പെടുന്നത് കാണാം. അതാ നമ്മളെ വെയിറ്റ് എവിടെ? തലഅല ബറക്കാൻ സഖറുഹു ഇൻദ ബസ്മിഹി ലിഇജ്ലാലിഹി മല്ലാഹു നാദാഹു ബിസ്മിഹി, തങ്ങളെ അല്ലാഹു തആല ആദരിച്ചതിന് വേണ്ടിയിട്ട് മാ നാദാഹുല്ലാഹ്, അല്ലാഹു തആല വിളിച്ചില്ല. ബിസ്മിഹി, തങ്ങളെ പേരെടുത്തിട്ട് വിളിച്ചിട്ടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ വിളിച്ചത്? യാ അയ്യുഹൻ നബിയ്യു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു, യാ അയ്യുഹൽ മുസ്സമ്മിറു. ഇങ്ങനെയുള്ള വലിയ വലിയ അതിൻ്റെ അപ്പുറം ഒരു പദവി പറയാൻ കഴിയൂല. അങ്ങനത്തെ പദവിയാണ്. യാ മുഹമ്മദ് ആണെങ്കിലാണോ? ഇല്ല. അതേ അവസരത്തിൽ യാ ഇബ്രാഹിമു, യാ നൂഹു, യാ മൂസ, യാ ഈസ എന്ന് കാണാം. ഉലുൽ അസ്മായ മുർസലല്ലേ, ആരല്ല ഇവരല്ല. വനാദൈനാഹു അൻ യാ ഇബ്രാഹിം, എവിടെയെങ്കിലും വനാദൈനാഹു അൻ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാദിറും പറഞ്ഞില്ലേ വൈത്തിലി? ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു വൈത്തിലുണ്ടല്ലോ. എന്നാലോ വമൻ ഖബലഹു, തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ മുർസലീങ്ങളെ നാദാ ബി അസ്മാഇഹിം, കണ്ട അവരെ പേരെടുത്തിട്ട് വിളിച്ചിട്ടുണ്ട്. റുസുലൻ മൻ ഖബലഹു റുസുലൻ, മുർസലീങ്ങളാൽ തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ നാദാ ബി അസ്മാഇഹിം. ومما جث في الحشر غير محمد اللهم صل عليه وسلم ومن بابه للغوث لم يتعمد ومن هو إن يأمر جهنم تخمدي لآدم تاج من نبوة أحمدي يباهي به الأملاك في الملأ الأعلى صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. ഇനി വമമ്മ ആരാണുള്ളത്? വമമ്മ ജസ, മുട്ടുകുത്താത്തവർ ആരുണ്ട്? ജസ ജജിസു, മുട്ടുകുത്തി. ഫിൽ ഹശരി, മഹശറയിലെ മുട്ടുകുത്താത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഗൈറു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലംബിയാ ഖൗഫൻ ജസഉ മിമ്മാ ലഹർ. മർക്കാമിയാർ പറഞ്ഞില്ലേ നഫായിസി, വല്ലംബിയാ ഖൗഫൻ ജസഉ മിമ്മാ ലഹർ നഹവൽ വറൽ ജബ്ബാർ ബത്ശൻ ബിൽ ഖഹർ വഹുനാക റസൂലുള്ളാഹി കുല്ലു യഅതദിർ
فإليكم عنا فإنا في خطر فأتوا النبي محمد صلى الله عليه وسلم خير البشر. അപ്പോൾ മഹ്ശറയിൽ മുട്ടുകുത്താത്ത ആരെങ്കിലും ഉണ്ടോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുട്ടുകുത്തിയിട്ടില്ല. ഇനി വമം ആരാണ് ബാബഹു ലിൽ ഗൗസി ലം യതഅമ്മദി വമൻ ലം യതഅമ്മദി ബാബഹു ലിൽ ഗൗസി, സഹായ അഭ്യർത്ഥനയുമായി തങ്ങളെ വാതിലിന് ലക്ഷ്യം വെക്കാത്ത വല്ലവരുമുണ്ടോ? ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാണോ ഒന്ന് വരൂ. ഇനി വമൻ ഹുവ ആരാണുള്ളത്? ഇഞ്ഞഉമുറു ജഹന്നമ, ജഹന്നമിനോട് കൽപ്പിച്ചാത്ത അഹമ്മദി എന്നെ തീ കെട്ടുപോകും. അങ്ങനത്തെ ഒരാൾ വേറെ ആരെങ്കിലും ഉണ്ടോ? ആദമ താജുൻ, ആദം അലൈഹിസ്സലാമിന് ഒരു കിരീടം ഉണ്ടായിരുന്ന മിൻ ബുനുവത്തി അഹമ്മദി, അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മകനായ വകയിൽ. നുബുവത്തല്ല, ബുനുവത്ത്, മകനാവൻ. ആദം അലൈഹിസ്സലാമിന്റെ മകനാണ് ആര്? അഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ടോ ആ താജ് ഉപയോഗിച്ചിട്ട് യുബാഹി ബിഹിൽ അംലാക്ക, മലായിക്കത്തിനോട് മൂപ്പർ നല്ല ഫഖറിലിരിക്കുകയാണ്. ഇവിടെ ഫിൽ മലഹില്ലയില്, ഭൂമിയിലേക്ക് ഇറങ്ങാത്ത മലായിക്കത്തിന് ആ മലഹില്ലായല. ആ കിരീടം കണ്ടാല് ആ എന്തൊരു ഉപ്പയാന്ന്. ഇനി മാജസ മന്നിസ്തിഫാം മാ നഫി, അതെ അത് കൂട്ടി വായിക്കുമ്പോ മമ്മാന്നല്ലേ വായിക്കുള്ളൂ. ഇപ്പൊ له المجد عبد والمعالي توابع وصحب الندى كف وسير أصابع ومن بين كل الزلال تنابع بإنجيل عيسى في ثناه تتابع وكان بما يثني عليه به أهلا حسبي ربي جل الله ما في قلبي غير الله نور محمد صلى الله لا إله إلا الله. അൽമജ്ദു അബ്ദു ലഹു, എല്ലാ ശ്രേഷ്ഠതയും തങ്ങൾക്ക് അബ്ദാണ്. വൽ മആലി, എല്ലാ ഉന്നതമായ പദവികളും തവാബിയും തങ്ങൾക്ക് താബിയാണ്, തങ്ങൾ അതിന്റെ മത്ബൂഅ്. വസുഹബുൻ നദാ എന്ന് പറഞ്ഞാൽ ദാനധർമ്മത്തിന്റെ മേഘം, കഫുൻ തങ്ങളെ കൈ ദാനധർമ്മത്തിന്റെ മേഘമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? തസ്ബീഹ് ബലീഗ് അല്ല. ആദ്യം എന്താക്കും? ഇന്നത് പോലെയാണ് എന്ന് പറയുമ്പോൾ തസ്ബീഹായി. ആ പോലെ എന്നുള്ളതിനെ അറിയിക്കുന്നത് മുമ്പത്തെ ഖബറാക്കി പറയും. രണ്ടെണ്ണം പറഞ്ഞാൽ എന്തായി? ബലീഗായി. അപ്പൊ സുഹബുന്നത കഫുൻ എന്ന് രണ്ടെണ്ണം ഇടപെട്ടിട്ടുണ്ട്. അതെ. ഇനി അതാ രണ്ടെണ്ണം കളഞ്ഞിട്ട് എന്താക്കും? ബറു തലാൽ ബദറു, അതാ ബദർ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇസ്തിആറത്തായി. ആ മൂന്നും കഴിഞ്ഞ്, മൂന്ന് സ്റ്റേജും കഴിഞ്ഞ് മുസ്തസന്റെ പന്നൻ ബയാനും തീർന്നു. എല്ലാം ഇവിടുന്ന് ഓതി. അതാ ഇനിയിപ്പോ ഓതുമ്പോ എന്താ? ഇത് പണ്ടോറ് പറഞ്ഞാന്നിപ്പോ ഇത് പണ്ടോറ് പറഞ്ഞിട്ടുണ്ട് തോന്നി. അപ്പൊ കഫ് വിരലുകളോ ആ വെള്ളം ഒഴുകുന്ന സൈലാണ്, ഒഴുകുന്ന പാത. വമിൻബൈനി കുല്ലിൻ, എല്ലാ വിരലിൻ്റെ ഇടയിൽ നിന്നും ഉണ്ട് തനാബുൽ, ശുദ്ധജലത്തിന്റെ ഉറവിടമുണ്ട്. അത് മാത്രയോ ഓതിയാണ്, ഞാൻ ആവർത്തിക്കണമെന്നില്ലല്ലോ. എത്ര പാട് എത്ര വരെ എന്ന് പറഞ്ഞാൽ കഴിയും. മുള്ളങ്കയിൽ നിന്ന് വെള്ളം വന്നു എന്നുള്ളത് തവാത്തുറായി എന്ന് പറഞ്ഞു മുന്നോട് ഓതിയപ്പോൾ. ഈസാ അലൈഹിസ്സലാമിന്റെ ഇൻജീലിലുണ്ട് തതാബുഉൻ ഫീ സനാഹു, തങ്ങളെ മദ്ഹിൽ തുടരെ യജിദൂനഹു മക്തൂബൻ ഇൻദഹും ഫി തൗറാത്തി വൽ ഇൻജീൽ. ഇനി വകാന, തങ്ങളാണ് ബിമാ യുസ്നി അലൈഹി ബിഹി അഹ്ല, ഇൻജീലിൽ എന്തെല്ലാം കൊണ്ട് മദ്ഹ് പറയപ്പെടുന്നുണ്ടോ അതിനെല്ലാം അഹ്ലായിരുന്നു. ആവശ്യമുള്ളത് തന്നെ വേണ്ടത്. ഇനി تحكم بماذا شئت من وصف خلقه ودع قولهم في
مدح عيسى فألقيه وإن كان موسى جاز بحرا لفلقه لآياته من قبل نشأة خلقه وجود وبرهان وأخباره تتلى صلاة وتسليم وأزكى تحياتي على المصطفى المختار لخير البريات. ഇനി പറയുന്നത് മുസ്ലിമാൻ പറഞ്ഞില്ലേ ദഅഅത്തുഹു നസാറ ഫീ നബിയിഹിം വഹക്കും ബിമാ ശിഅത ഫീഹി മദ്ഹൻ ഫീഹി വഅതകിം എന്ന് പറഞ്ഞ മാതിരി ജൂത നസാറാക്കള് അവരെ പ്രവാചകന്മാരെ മദ്ഹ് പറഞ്ഞിട്ടുണ്ടാക്കി അതിൽ കവിഞ്ഞു ഇഫ്രാത്തായിപ്പോയി അതൊഴിച്ചേ. എന്നിട്ടോ വഹക്കും ബിമാ ശിഅത അതന്നെ മൂപ്പറും പറയും തഹക്കം ബിമാ ശിഅത, നീ ഉദ്ദേശിച്ചതുകൊണ്ട് എന്താക്കുക, നീ വിധി പറ. മീൻ വസ്ഫി ഖുലുഖിഹി, തങ്ങളുടെ ഖുലുഖിന്റെ വസ്ഫിനാല് ആഹ്സനുൽ അഖ്ലാഖിനാല്. വദഅ ഖൗലഹും, ഈ നസാറാക്കളുടെ വാക്ക് അതാ ഹുമിന്റെ ദമീറടുത്തേക്ക് മർജിയും ചോദിക്കണ്ട, സാഹചര്യത്തിന് മനസ്സിലാക്കാം. ഈ മദ്ഹ് ഈസാ ഇപ്പുറം പറയുമ്പോൾ ഈസാ അലൈഹി ഇസ്ലാമിനെ മദ്ഹ് ചെയ്തിട്ട് ഓവറായതായിരിക്കും നസാറാക്കൾക്കല്ല, ആ സാഹചര്യത്തിന് മനസ്സിലാക്കിയാലും മതിയല്ല. അപ്പൊ വദഅ ഖൗലഹും, നസാറാക്കളുടെ വാക്ക് നീ എന്താക്കി ഒഴിവാക്ക്, അത് ബലിച്ചെറിഞ്ഞേന്നാ. എന്തില് ഫീ മദ്ഹ് ഈസാ, ഈസാ അലൈഹി ഇസ്ലാമിന്റെ മദ്ഹിന്റെ വിഷയത്തിൽ നസാറാക്കൾ പറഞ്ഞ വാക്ക് നീ ഒഴിവാക്കിയും അത് ബലിച്ചെറിയണം, ബലിച്ചെറിഞ്ഞു. വൈകാന മൂസ അലൈഹിസ്സലാം ജാസ ബഹ്റൻ, ബഹ്റ് വിട്ടു കിടന്നില്ലേ, ബി ഫൽഖിഹി മുഅ്ജിസാത്തല്ലേ, വംഫലക ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം ആണെങ്കിലും ലി ആയാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആയാത്തിനോട് മിൻ ഖബലി നശ്അതി ഖൽഖിഹി, തങ്ങളുടെ ആ ഖൽഖ് പടക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ എന്തുണ്ട്, വുജൂദുണ്ട്. അപ്പോൾ വുജൂദ് മുബ്തദാ മുഅഖറായി. വ ബുർഹാൻ, തെളിവുകളുമുണ്ട്. വ അഖ്ബാറുഹു തുത്ല, തങ്ങളുടെ ഖബറുകൾ എന്താന്ന് ഓതപ്പെടുന്നുമുണ്ട്. അതായത് ഇമാം യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ തങ്ങള് ഈ ലോകത്തിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് അന്നേ മദ്ഹ് തുടങ്ങിയിട്ടുണ്ട്. ആദം അലൈഹിസ്സലാം കുറേ ഓതിയല്ലോ. പിന്നെ തങ്ങൾ വന്നതിന് ശേഷം വർത്തമാന കാലത്ത് എന്തുണ്ട്, അസ്ഹാബിമാരും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. മുമ്പ് തൗറാത്തിൽ ഇഞ്ചീലെല്ലാം, അതുപോലെ ശേഷം തങ്ങൾ വഫാത്തായതിനു ശേഷവും എന്താണ് ഇപ്പം നടന്നു വരുന്നത്. അപ്പം 3 കാലത്തും എന്താ ഈ ലോകത്ത് തങ്ങളുടെ മദ്ഹ് പരക്കാത്ത കാലം ഉണ്ടായിരുന്നില്ല. ഇനി മഹ്ശറിലും ഉണ്ടാവും. അപ്പൊ ലിആയാതിഹി വുജൂദും വബുർഹാനും വഅഖ്ബാറുഹു തുത്ല, തങ്ങളുടെ അഖ്ബാറുകൾ ഇങ്ങനെ ഓതപ്പെടും, അമ്പിയാക്കളായിട്ട് ഓതിപ്പിരുന്നുണ്ട്. അപ്പൊ ഈ അന്ന് വിത്തിരി അല്ലെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടാവും ഓതാൻ പറ്റുന്നത്, ഇനിയും വന്നുകൊണ്ടിരിക്കും. അതായിരിക്കെങ്കിൽ അതിന് വേണ്ടി ഈ പേളയ്യതുകൊണ്ട് ഇതാരും നിർത്തി വെക്കുവോ? كرام شراف آل أحمد إنهم موال لنا كنا لهم نحن قناهم كما أحرزوا من قسمة الفضل فناهم لأصحابه فضل علينا لأنهم رأوا وجهه ما بين أظهرهم يجلى صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة. ആലു അഹ്മദ, അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആല് കിറാമുൻ, അവർ വലിയ മഹാന്മാരാണ്. ഷിറാഫും, ഷുറഫാക്കളുമാണ്. തങ്ങളുടെ ആലിനെ പറ്റി പറയുന്നു.
എന്തുകൊണ്ട്? ഇന്നഹും മവാലില്ലന, നമ്മൾക്ക് മൗലകളാണ് അവർ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബിമാര് നമുക്ക് മൗലകളാണ്. നമ്മളോ കിന്നഹും നഹ്ൻ, അവൻ നമ്മളായി, കിന്നഹും അവരടിമകളായി. അവർ മൗലകളാകുമ്പോൾ നമ്മൾ അടിമകളാകും. കമാ അഹ്റസു, അവർ ഒരുമിച്ച് കൂട്ടിയതുപോലെ, മിൻ കിസ്മത്തിൽ ഫളിലി, ഫളിലിന്റെ കിസ്മത്തിനാൽ, ഫന്നഹും അവരവർക്കുള്ള ഓഹരി ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല ഓരോരുത്തർക്കും ഓരോ പദവി, അശ്റത്തുൽ മുബശ്ശിരീങ്ങൾക്കൊരു പദവി, ബദരീങ്ങൾക്കൊരു പദവി, ബൈഅത്തുൽ റിദ്വാനിൽപ്പെട്ടവർക്കൊരു പദവി, അങ്ങനെ ഓരോരുത്തർക്കും അല്ലാഹു കൊടുത്ത പദവികളാണ്. മൊത്തത്തിൽ സഹാബി എന്നുള്ള പദവി അഫന്നഹും. അപ്പൊ ആരല്ല ഇപ്പം പറഞ്ഞു വന്നത്? അത് അലി അസ്ഹാബിഹി ഫളുലുൻ, അസ്ഹാബിമാർക്കും ഫളുലുണ്ട്. അപ്പൊ ആരുമായി? അസ്ഹാബിമാർ. ആരും സാഹിബും ചിലപ്പോൾ ഒരുമിച്ച് കൂടും, ചിലപ്പോൾ രണ്ടും രണ്ടാകും. അപ്പൊ എന്താ പറയുന്നത്? ഇമാമു ഖുസൂസും മിൻബജിഹീൻ, അലിയാർ ആരാന്ന്? റളിയല്ലാഹു അൻഹു, ആലും സഹബുമാണ് അല്ലേ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സഹബാണ്. അപ്പന്ന മയനാട്ടുള്ള ആലി തങ്ങളെ തൊലിബിൽപ്പെട്ട ആളല്ല. അതേസമയം ആലിനെ അഹമാക്കിയവരുണ്ട്. ഇനി അലൈന, നമ്മളെക്കാൾ ഫളുലുണ്ട്. കാരണം ലിഅന്നഹും റഅൂ വജ്ഹഹു, അവർ തങ്ങളുടെ മുഖം കണ്ടവരാണ്. എങ്ങനെ കണ്ടു? യുജില, തെളിഞ്ഞുകൊണ്ട് കണ്ടു എന്നാണ്. മാ ബൈന അൽഹുരിഹിം, അവരിടയിൽ തന്നെ ആ മുഖത്തിന്റെ ഹാലാന്നത് യുജില, റഅൂ വജ്ഹഹു യുജില മാ ബൈന. ആ മാന്നുള്ളത് ബൈത്തിന് വേണ്ടി കൂട്ടിന്നാണ്. മാ ചിലപ്പോ ഊന്നാൻ വേണ്ടി കൊടുക്കൂ. ബൈന അൽഹുരിഹിം. ഇനി نبي كريم للمهيمين حبه رسول عظيم أصل كل ولبه فلما به أسرى إليه محبه لإكرامه أدناه للعرش ربه ونادى به أهلا بمحبوبنا أهلا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. هو نبي، هو تقدير നബിയും കരീമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മുഹൈമിനാരാണ് അല്ലാഹു തആല. ഹിബ് എന്ന് പറഞ്ഞാൽ സ്നേഹിക്കുന്ന വ്യക്തി. ഹുബ് സ്നേഹം, ഹിബ് സ്നേഹിക്കപ്പെടുന്ന വ്യക്തി. ഹബീബിന്റെ മാനാക്ക്. റസൂലുൻ അലീമുൻ, അലീമായ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ലു കുല്ലിൻ, എല്ലാത്തിൻ്റെയും അസ്ലാണ്. വലുബ്ബുഹു, അതിൻ്റെ കാതലായ വശവുമാണ്. ഫലമ്മ അസ്റാ ബിഹി, തങ്ങളെ കൊണ്ട് ഇസ്റാ നടത്തി. ആര്? മുഹിബ്ബുഹു ജല്ല ജലാലുഹു, അല്ലാഹു സുബ്ഹാനഹു തആല ഇസ്റാ നടത്തിയല്ലോ. എന്തിനാ? ലി ഇക്റാമിഹി അദിനാഹു, തങ്ങൾ ആദരിക്കാൻ വേണ്ടതൊക്കെ അടുപ്പിച്ച്, ലിൽ അർശ്, അർശിലേക്ക് അടുപ്പിച്ചു. റബ്ബുഹു, റബ്ബ് സുബ്ഹാനഹു തആല. വനാദാ ബിഹി അഹ്ലൻ ബിമഹബൂബിനാ അഹ്ലാ എന്ന് പറഞ്ഞ സ്വാഗതത്തിന്റെ വാക്കാണല്ലോ അഹ്ലാൻ. ജലാലേക്ക് തുടക്കത്തിൽ കാണുന്നില്ല, മർഹബൻ എന്നുപോലെ അഹ്ലൻ ബിഹി ബിമഹബൂബിന അഹ്ലാ, അത് വീണ്ടും വീണ്ടും സ്വാഗതം എന്ന് പറഞ്ഞു. കുറച്ച് രണ്ടുപേരും കൂടെ പോയാൽ آياما بكفيه تسبحون الحصى وصار به ذنب العصاة ممحصا ويا سيدا قد فاق عن كل ذي عصا لأجلك أخرنا عذاب الذي عصى فلولاك أسقينا العصاة لنا مهلا صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البرية. നേരത്തെ മക്കൂലിന്റെ ബാക്കിയാക്കിയിട്ടാണ് എന്നെ തക്തീറാക്കിയത്. ഇത് വനാദാ ബിഹി അഹ്ലൻ ബിമഹബൂബിന അഹ്ല കേട്ടോ. അയാമൻ, ഒരു നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം
ബികഫൈഹി തങ്ങളെ കഫിൽ വെച്ചിട്ട് തുസബ്ബിഹുനൽ ഹസാ കല്ല് തസ്ബീഹ് ചൊല്ലും. അപ്പൊ തുസബ്ബിഹുനാന്റെ കരീരത്ത് പ്രകാരം എന്താക്കുന്ന അള്ളാന്റെ പക്കുന്ന ഹിതാബൈറ്റുള്ളത്. വസാറ ബിഹി ദംബുൽ നുസാത്തി മുമഹസ വസാറ ബിഹി തങ്ങൾ മുഖേന ആയി എന്തായി ദംബുൽ നുസാത്തി ആസികളുടെ ദോഷങ്ങൾ മുമഹസ പൊറുക്കപ്പെടുന്നതായി മാറിയിരിക്കുന്നു. തേച്ച് മായ്ക്കുക. വയാ സയ്യിദൻ ഖദ് ഫാഖ സയ്യിദായവരെ എങ്ങനത്തെ സയ്യിദ് ഖദ് ഫാഖ അൻ കുല്ലി ദീ അസ അസ എന്ന വടിയുടയ എല്ലാവരേക്കാളും എന്ന് പറഞ്ഞാൽ എല്ലാ അമ്പിയാക്കൾക്കും വടിയുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ കുല്ലി ദീ അസരി വടിയുടയ അമ്പിയാക്കളെ എല്ലാവരെയും മറികടന്ന് സയ്യിദായവരെ ലി അജലീക്ക് അഖർന തങ്ങളുടെ കാരണത്തിന് വേണ്ടിയാണ് നമ്മൾ പിന്തിച്ചു വെച്ചത്. അദാബല്ലദീ അസാ കുറ്റം ചെയ്തവരുടെ അദാബിനെന്താക്കി പിന്തിച്ചു വെച്ച് അദാബിനെ ചോദിച്ചിട്ടും കൊടുക്കൂല എന്നല്ല പറഞ്ഞത്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം തങ്ങൾ അവിടെ ഉണ്ടായിരിക്കവേ അദാബ് ചെയ്യൂല. ആരോടാ പറയുന്നത്? കഅബത്തിന്റെ അവിടെ നിന്നിട്ട് കൂട്ടുപ്രാർത്ഥിക്കുന്നു അദാബ് കൊണ്ടാന്ന്. അദാബിന്റെ മോഡലും പറഞ്ഞു കൊടുത്തു. ചരൽക്കല്ല് വെയ്യണം എന്താന്നാലും മോഡൽ കണ്ടിട്ടുണ്ടല്ലോ. കഅബ പിന്നെ പൊളിക്കാൻ വന്നപ്പോ അബ്രഹത്തിന് സംഭവിച്ചല്ലോ. അല്ലെങ്കിൽ അത് വമാ കാന അല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം തങ്ങളുള്ള കാലത്തോടെ അദാബ് എടുക്കൂല നബിയെ. അതാ ഫലൗലാക അസ്ഖൈനൽ ഉസാത തങ്ങളെങ്ങാനും ഇല്ലായിരുന്നുവെങ്കിൽ ദോഷികൾക്ക് നാം കുടിപ്പിക്കും. ആരോ ദോഷി ലന നമുക്ക് കുറ്റം ചെയ്യുന്നവരെ മുഹുല് കുടിപ്പിക്കുന്നതാണ് ഖുർആൻ. യസ്ബിൽ വുജൂഹ മുഹുല അൻഹാസുൽ മുറാബു എന്ന് പറയും. ഉരുക്കപ്പെട്ട ഈയം എന്ന ചെമ്പല്ലേ മുഹുല യസ്ബിൽ വുജൂഹ. അവരൊന്നും ഓരോ മോചനത്ത് പ്രകടമാക്കും. മൂസാ നബിയെ പഠിക്കും മോചനത്ത് കണ്ടിട്ടില്ലേ? അതിന് വടി ഉപയോഗിച്ചിരുന്നു. പക്ഷെ വടിയിൽ തങ്ങൾക്ക് വടിയിൽ വേണ്ട തങ്ങളുടെ ദാഹത്ത് തന്നെ മോചനത്ത് തന്നെ നിന്നാൾ ഓതിയ തൻവീറുള്ള ധാനില് മറ്റുള്ളവർക്ക് മറ്റുള്ള അഷ്യാക്കൾ മോചനത്ത് കാണുമ്പോൾ തങ്ങളിൽ തന്നെയാണ് മോചനത്തുള്ളത് എന്നാണ് നമ്മൾ ഓദീൻ ഹദീസ്. ഇനി അത് കയ്യിൽ നിന്ന് അതെല്ലാം മോദിയ തൻബീറുള്ളതാണ് തഫ്സീർ നമ്മുടെ മോദീന് പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും എന്താണ് ഒരു മുതലതാണ് 2 സൂറത്തുമാണ് മായിദയും അൻആമും. ഒന്നുകൊണ്ട് തുറന്നു പോകാമല്ലോ. അതിനൊന്നും ഇവിടെ മുടക്കയില്ല അള്ളാന്റെ തോഫീക്കോട് കൂടിയിട്ട്. ടാപ്പിലെപ്പോൾ വെള്ളണ്ട് തിരിക്കേണ്ട താമസം പാടും. جوانح عشاقي ظناها أعلاها فأنهى لها المختار وصلا وعلاها فصحت وكانت طيبة مربعا لها لأربعه مالت رجال لعلها تحط بها من ثقل أشواقها حملا صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البريات. ജവാനിഹ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങൾ എന്നാണ്. ശരീരത്തിന് ഉൾക്കൊണ്ട ആരുടെ പാർശ്വഭാഗങ്ങൾ? ഉഷാക്കിൽ തങ്ങളെ ഇഷ്ക് വെക്കുന്ന ആശിഖീങ്ങളുടെ ജവാനിഹ്. ഇതെന്തായി? ലനാഹ അതിനെ മെലിയിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഇഷ്കിന്റെ കാരണത്താൽ അതാ അല്ലഹ അതിനെ രോഗിയാക്കിയിരിക്കുകയാണ്. അല്ല ഇഅ്ലാല് രോഗമാക്കൽ മിനൽ ഇല്ലത്ത്. എന്നിട്ടോ ഫഅൻഹലഹൽ മുഖ്താറു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്താക്കി? അതിനെ കുടിപ്പിച്ച്. അൻഹല അല്ല എന്ന് പറയും. അതായത് ഒരു വെൽക്കം വാട്ടർ ആദ്യം കൊടുക്കും കയറി ഇരുന്ന പാട്. അതിനെന്താ പറയാ? അൻഹല. മംഗോസൂരി മറ്റേ ബദർ കണ്ടിട്ടില്ലേ? ഇപ്പൊ കൗലിഹി തആല
വഅല്ലനാ മിൻ നഖദായി ഖുസൂസി ഖൗലിഹി തആല. ആദ്യം എന്താക്കി വലഖദ് കറംനാ ബനി ആദമ എന്നുണ്ട് എല്ലാവരെയും ബഹുമാനിച്ചിട്ട് വെൽക്കം വാട്ടർ കൊടുത്തു. എന്നിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് ഹൈറു ഉമ്മത്തായി തങ്ങളുടെ ഉമ്മത്തിനെ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഒരു കുടിപ്പിക്കൽ കൊടുത്തു. അപ്പൊ രണ്ടാം കുടി. അപ്പൊ അൻഹലന എന്ന് പറഞ്ഞാൽ ഒരു ഒന്നാം കുടി, അല്ല എന്ന് പറഞ്ഞാൽ രണ്ടാം കുടി. അപ്പൊ അൻഹലഹൽ മുഖ്താറു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കിയെന്നറിയോ, ഒന്നാം കുടി കുടിപ്പിച്ച് വസലിനെ കുടിപ്പിച്ച്. എന്താ വസല്? തങ്ങളൊക്കെ ചേർത്ത് പിടിക്കൽ. വഅല്ലഹ അതിന് രണ്ടാം കുടിയും കുടിപ്പിച്ചു. എന്താണ് അപ്പൊ സ്പെഷ്യലായി? ആദ്യത്തെ എന്താണ്? മൊത്തത്തിൽ ഉമ്മത്ത് ആശക്യങ്ങളാവുക എന്ന് പറഞ്ഞാൽ രണ്ടാം കുടിയാണ്. അപ്പൊ അതിന് രോഗം വന്ന് ഇഷ്ക് കയറിയിട്ട് എന്താക്കി മെലിഞ്ഞ് രോഗം ബാധിച്ചതായപ്പോൾ മുഖ്താറായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താക്കി അതിന് ഒന്നാം കുടിയും രണ്ടാം കുടിയും കുടിപ്പിച്ചിട്ട് വസലാക്കി. ഫസഹത്ത്. അപ്പൊ ആരോഗ്യം കിട്ടി. എന്നിട്ട് ഇവർ പറയുന്നത് ഇവിടെ ഒന്ന് നിന്നാൽ പോലെ നമുക്ക് മദീനയിലേക്ക് പോകണം. വക്കാന ത്വയ്ബത്തുൻ ചേർത്ത് വയ്ക്കുമ്പോൾ എന്താ വെക്കാം? വക്കാന ത്വയ്ബത്തുൻ. ഇത് എന്തായിരിക്കും? മുതജാനിസൈനി. മഖറജ് ഒന്ന് സിഫത്ത് വ്യത്യാസപ്പെട്ട മുതജാനിസൈനി. വക്കാന ത്വയ്ബത്തുൻ മഖറജ് ഒന്നാണല്ലോ, പക്ഷെ താക്കളുടെ സിഫത്തല്ലല്ലോ ത്വാക്കുള്ളത്. മർബഅൻ ലഹാ അവർക്കുള്ള കേന്ദ്രമായി മാറി, താമസിക്കുന്ന കേന്ദ്രമായി മാറിയത് ത്വയ്ബ. ലിഅർബുഇഹി തങ്ങളെ ആ മേഖല ഉണ്ടല്ലോ, തങ്ങൾ താമസിക്കുന്ന പരിസരം, അവിടത്തേക്ക് മാലത്ത് റിജാലുൻ കുറേ റിജാല് ചാഞ്ഞിട്ടുണ്ട്. അവിടെ പോകണം എന്നിട്ട് ആഗ്രഹം വെച്ചിട്ടുണ്ട്. എന്താ ലഅല്ലഹ എന്തുകൊണ്ടാണെന്നറിയോ? തഹുത്തു ബിഹാ മിൻ സിഖ്നി അശ്വാഖിഹാ അവർ വഹിച്ചിരിക്കുന്ന ഷൗഖിന്റെ ഭാരമുണ്ടല്ലോ, ആ ഭാരം ഇറക്കി വെക്കും. അത് ഹിംല് എന്നാണ് വഹിക്കുന്ന സാധനത്തിന്. മാ യുഹമ്മലു അലൽ ലഹിരി മിനൽ അസ്ഖാൽ. ഹിംല് ബഹീർ എന്നുണ്ടല്ലോ ഖുർആനിൽ. ഇപ്പൊ വാന ബിഹി ഹിംലു ബഹീരും വാന ബിഹി സഈം. അപ്പൊ ഹിംല് എന്നാണ് ബിൽ കസ്രി എന്ന് ലബത്ത് കൊടുത്തിട്ടുണ്ട്. കടന്തുള്ള ഹംലെന്നിരിക്കും. അപ്പൊ അവർ വഹിച്ച ഹിംലിനാൽ ഷൗക്കിന്റെ ഭാരം എന്താക്കും? മദീന എത്തിക്കഴിഞ്ഞാൽ കുറച്ച് കുറഞ്ഞു കിട്ടി. പിന്നെ ഉണ്ടായാലും ഉത്സല്ലേ, എത്തുന്നത് വരെ ഉണ്ടായാലും ഏതാന്ന് ഷൗക്കാകുമ്പോൾ എത്തിക്കഴിഞ്ഞാൽ കിട്ടിയാൽ ഉത്സാണല്ലോ ഉണ്ടാവില്ലേ. നമ്മളല്ലേ പണ്ട് മഹബത്തിന്റെ മർത്തബ എണ്ണിയ ഹാ എന്ന് പറഞ്ഞാൽ ജവാനിഹിലേക്ക് ലമീർ മഫ്ഊല്. അതെ, അത് ഉഷാക്കിൽ നിന്ന് മനസ്സിലാകുന്ന. പിന്നെ ബുലൂഗൻ بلوغا وعقلا أنت شخص مكلف فكيف عليك الذنب دين مسلف وقل لي أخي صدقا وأنت محلف بأية حال أنت عنه مخلف أظنك مثلي ويح من كان لي مثلا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഇനി മൂപ്പർ നഫ്സിനെ തന്നെ കുറ്റം പറയുന്നു. അഖലും ബുലൂഗും ഉണ്ടായാൽ പിന്നെ ആരായി? മുക്കല്ലഫയില്ലേ. അപ്പൊ ബുലൂഗൻ വ അഖിലൻ, ബുലൂഗിനാലും അഖലിനാലും അന്ത ശഖ്സും മുക്കല്ലഫു, നീ മുക്കല്ലഫായ ശഖ്സായി. ഫകൈഫ അലൈക ദംബു, പിന്നെ എങ്ങനെയാണ് ദോഷം നിന്റെ മേൽ ദൈന് മുസല്ലഫുൻ കടമായി വന്നത്? എങ്ങനെ മുസല്ലഫായ ദൈൻ എങ്ങനെയാ ദോഷം സംഭവിച്ചത്? വഖുല്ലി എന്നോട് നീ പറ, അഖീ സിദ്ഖ നീ നേര് പറ, വിചാരണ ചെയ്യുന്നു. നീ സത്യം ചെയ്ത് ചോദിക്കപ്പെടുന്നവനാണ്, അതുകൊണ്ട് നേര് പറഞ്ഞോളണം. എന്തൊരു അവസ്ഥക്ക് വേണ്ടിയാണ് നീ തങ്ങടുക്കിലേക്ക് എത്താതെ പിന്തിരിഞ്ഞു പോയത്? എന്തുകൊണ്ട്? കാരണം പറ. എന്നിട്ട് പറയുന്നത് അല്ലുന്നുക്ക ഞാൻ നിന്നെ മനസ്സിലാക്കുന്ന മിസിലി എന്നെ പോലെയായിട്ട്. മുഖാത്തവനോട് പറയുന്നത് നീ എന്നെ പോലെ ആയി. ഞാനെന്തായത് പോകാത്തളയും മൂപ്പറ നഫ്സിനത്തിന്റെ എന്താക്കി ഒരു മുഖാത്തമായി സങ്കല്പിച്ചിട്ടാ പറയുന്നത് അതൊന്നുക്ക മിസലി ഞാൻ നിന്നെ എന്നെ പോലെ കണക്കാക്കുന്നു. എന്ത്? അന്താൻഹു മുഖല്ലഫുൻ,
ആ വൈഹ കഷ്ടം തന്നെ മാങ്കാനലി മിസില, എനിക്ക് മിസിലായി കഴിഞ്ഞാൽ കഷ്ടം തന്നെയാണ് കേട്ടോ. എനിക്കൊരു മിസിലായി കഴിഞ്ഞാൽ മഹാമോശം തന്നെയാണ്. പിന്നെ فأمري وبزري ناقص ومزيد وقبري وقصري مخرب ومشيد كذا كل حالي مطلق ومقيد لأني عاص بالذنوب مقيد ومن كان ذا قيد فقد منع السبلا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഫഅംദി എൻ്റെ ആയുസ്, വബിസ്രി എൻ്റെ കുറ്റകൃത്യം എന്നിട്ടോ, നാഖിസുൻ വമുസയ്യദുൻ അത് ചുരുങ്ങുന്നുണ്ട് ഏറുന്നുണ്ട് എന്നും പറഞ്ഞു. എന്നുവെച്ചാൽ ലഫ് നസ്ർ മുറത്തബ് പണ്ടേ അന്നെല്ലാം പഠിച്ചു കഴിഞ്ഞതാണ്. ഏത് ഫഅംദി നാഖിസുൻ, ഒന്നാമത്തെ അവിടുത്തെ ഫഅംദി നാഖിസുൻ എൻ്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു, വബിസ്രി മുസയ്യദ് കുറ്റമാണെങ്കിലോ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എന്നായി. ഓക്കെ. വഖബിരി അവിടെ വെച്ചോ ലഫ് നസ്ർ വഖബിരി വഖസരി എൻ്റെ ഖബറും എൻ്റെ മാളികയും, മുഖറബുൻ വ മുശയ്യദു അപ്പൊ ഇത് കബരി മുഖറബുൻ, ഖബർ ഹറാബായി കിടക്കുന്നു, ഇരുട്ട് നിറഞ്ഞിട്ട് എല്ലാം കൂടെ പാമ്പും തേളുമായിട്ട് നിറഞ്ഞു കിടക്കുന്നു. വഖസരി എൻ്റെ മാളികയോ മുശയ്യദുൻ അത് അട്ടിക്കട്ടിക്ക് കെട്ടിപ്പൊത്തിക്കൊണ്ടിരിക്കുന്നു. മുപ്പറ കുറ്റം പറയുന്നു. കഥാ കുല്ലു ഹാലി ഇതുപോലെ തന്നെയാണ് എല്ലാ ഹാലും മുത്തലക്കൊണ്ട് മുഖയ്യദ്. മുത്തലക്കുന്ന മാസീയത്തിന്റെ വഴിക്ക് കടിഞ്ഞാണില്ലാണ്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നു. മുഖയ്യദുൻ എന്ന് പറഞ്ഞാലോ ഖൈറിന്റെ വിഷയത്തിൽ കടിഞ്ഞാൻ ഇട്ടിട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ മുത്തലക്കിന്റെ ഹാലല്ല മുഖയ്യദ്. മുത്തലക്കുൻ എവിടത്തേക്ക് അല്ല, മുത്തലക്ക് മാസീയത്തിലേക്ക് നോക്കും. എന്തുകൊണ്ട് ഞാൻ ആശിയാണ്, ബിദ്ദുനൂബി മുഖയ്യദും ബിദ്ദുനൂബ് ദോഷങ്ങളെ കൊണ്ട് ബന്ധിക്കപ്പെട്ടവനാണ്. വമൻ കാന ദാ ഖൈദിൻ ചങ്ങലക്കിടപ്പെട്ടവന് ഫഖദ് മുനിഅസുബില പിന്നെ വഴിയെല്ലാം പോയാടിയും പോകയില്ലല്ലോ നാം ഉപ്പർ പറയുന്നു. ഇനി أتى المصطفى من قد عصى لعيدا به رآه ينجي الملتجي عيدا به فلما غدا خوف الخطانا بذنبه لأعلى الورى فر ذليل بذنبه فوالله إن الذنب ألحقه ظلا صلاة وتسليم وأزكى تحياتي على المصطفى المختار خير البريات. അതൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോയാൽ മൻഖദ് അസ കുറ്റവാളികളായ ആളുകൾ ലാ ഇദം ബിഹി തങ്ങളെ കൊണ്ട് അഭയം പ്രാപിക്കുന്നവരായ സ്ഥിതിയിൽ തങ്ങളെ കൊള്ള പോയി. കണ്ട എന്താണ് റആഹു അയാൾ തങ്ങളെ കണ്ടത് സല്ലല്ലാഹു അലൈഹി വസല്ലം യുനജ്ജിൽ മുൽതജി ആയിദം ബിഹി തങ്ങളെ കൊണ്ട് ഇൽത്തിജാ ചെയ്തവരെ കാക്കുന്നവരായിട്ടാണ് കാണുന്നത്. കണ്ടോ? അപ്പൊ റആക്ക് എത്ര മഫ്ഊലാണ്? രണ്ട് മഫ്ഊലാണ്. ഒന്ന് റആഹു, രണ്ടത്തോ ആയിദം ബിഹി ആയതാന്ന് കാത്ത് അഊദു. അപ്പൊ തങ്ങളെ കൊള്ള അണഞ്ഞു ചേരുന്നവരെ കാക്കുന്നവരായിക്കൊണ്ട് രക്ഷപ്പെടുത്തുന്നവരായിക്കൊണ്ട് കണ്ടിട്ടുണ്ട്. ഫലമ്മ ഗദാ ഖൗഫുൽ ഖതാ ദോഷങ്ങളുടെ പേടിയായി നാബിദം ബിഹി അവനെ ബലിച്ചെറിയുന്നതായി മാറി. നബദ നബദ എന്ന് പറഞ്ഞാൽ എറിഞ്ഞു ലയുംബദന്ന ഫിൽ ഹുതമ അപ്പൊ അവനെ എറിയുന്നതായി. പടപ്പുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതരായ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഫർദലീലു ബിദംബി ദോഷങ്ങൾ കാരണത്താൽ ദലീലായ മനുഷ്യൻ ഓടി അഭയം പ്രാപിച്ചിരിക്കുക.
ഫവല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം, ഇന്ന ദംബ അൽഹഖഹുദ്ദുല്ല, ദോഷങ്ങൾ എന്താക്കിയിട്ടുണ്ട്, അവനെ ദുല്ലിനെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ദോഷങ്ങളുമായിട്ട് തങ്ങളെ ഹലറത്തിലേക്ക് കൊടുക്കും. അപ്പൊ ബിദംബിഹിന്റെ താല്ലുകെട്ട് കൊടുക്കുക, ദരിയിലേക്കും കൊടുക്കുക, ഫറയിലേക്കും കൊടുക്കുക. ദോഷങ്ങളുമായി ഓടി, അല്ലെങ്കിൽ ദോഷങ്ങളെ കൊണ്ട് ദരിയിലായി. അപ്പൊ ശേഷം പറയുന്നത് ദമ്പ് ദുല്ലിനെ ചേർത്തു എന്ന് പറയുമ്പോൾ ദോഷങ്ങളാന്ന് കാരണമെന്ന് വ്യക്തമാകുന്നുണ്ട് അപ്പത്തുനിന്ന്. അപ്പൊ ദരിയിലേക്ക് ചേർക്കലാണ് യോജിപ്പ് എന്ന് തോന്നും അല്ലേ? ഇനി فإن تكو كسب الخطا وكدوحه فكل شفيع المذنبين مدوحه فلما على فعل القبيح مالهه لإفك لزلات ذكرت مديحه ليلحقني عزا إذا ذل من زل صلاة على نور الوجود وآله وأصحاب بدر ثم كل الصحابة. فإن تكو كساب الخطأ, കുറ്റകൃത്യങ്ങളെ ധാരാളമായി സമ്പാദിക്കുന്ന ആള് ആണെങ്കിലും തക്കു നീ ഫൈൻ തക്കു കസാബൽ ഖത, ദോഷങ്ങളെ ധാരാളം സമ്പാദിച്ചുണ്ടാക്കുന്ന ഒരാളാണെങ്കിലും വ കദൂഹു, അതിന് വേണ്ടി അധ്വാനിക്കുന്ന ആളും. കദൂഹ എന്ന ഫഊല് വസനാണ്. ഫഊല് വസന എന്താക്കും, അത് മുബാലഗ ഉണ്ടാകും. അപ്പൊ ദോഷങ്ങൾക്ക് വേണ്ടി വളരെ അധ്വാനിക്കുന്നു. അത് കസീറുൽ അമലുൽ ഖതായ. നീ എന്താക്ക്, ഫകുല്ലി ഷഫീഉൽ മുദ്നിബീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീയാകണം മദൂഹു, ധാരാളം മദ്ഹ് പറയുന്നവനാകണം. എന്നെന്തായി അത് കഫാറത്താവാം. മദൂഹ് പറയുന്ന ആള് അതാ ഫഊലൻ മിനൽ മദ്ഹി വലൗ ബിതിലാവത്തി ഖസായിദി മദ്ഹിഹി കഹാദിഹിൽ ഖസീദ. ഈ കസീദ പോലാത്ത മറ്റേ കസീദകൾ പാടിയിട്ടാണെങ്കിലും ഇതല്ലാണ്ട് എല്ലാവർക്കും പാട്ടുണ്ടാക്കാൻ കഴിയില്ലല്ലോ. ഉണ്ടാക്കി വെച്ചാളെ പാടല് അതൊരു ഹിദ്മത്താന്നല്ല. ഫലമ്മ അലാ ഫിഅലുൽ ഖബീഹി, ഖബീഹിന്റെ പ്രവർത്തനം മറികടന്നു. ഇതിനെ മലിഹു, നല്ല പ്രവർത്തനങ്ങളെ, കബീഹായ പ്രവർത്തനങ്ങളെ അലാ മലിഹു. ഈ അലാ എന്ന മലിഹഫിയിലാന്ന്, ദർദിനർഫല്ല. ദർദിനർഫാകുമ്പോൾ യാഗ എഴുതുക, അലാന്ന് എഴുതുമ്പോൾ അലിഫിട്ട് എഴുതും. മുലാരിയില് വാവിയാണെങ്കിൽ എന്താക്കും, മാദിയിൽ അലിഫിട്ട് എഴുതും. ബദാ അല ദഅ പോലെ. ലീഫ്കീലി സല്ലാത്തി, എൻ്റെ കുറ്റകൃത്യങ്ങളെ ഞാൻ ഉണ്ടാക്കിയതിന് വേണ്ടി ദഖർതു മദീഹു, തങ്ങളെ മദീഹിനെന്താക്കി ഞാൻ നിധിയായി സൂക്ഷിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞു. ദഖർതു മദീഹു ലീഫീലി സല്ലാത്തി, എൻ്റെ കുറ്റകൃത്യങ്ങളെ ഞാനെന്താക്കി ധൈര്യസമേതം ഉണ്ടാക്കിയ വകയിൽ. ഇഫ്ക് എന്ന് പറഞ്ഞ കുറ്റം പറയല് എന്തിനാ, ലിയുൽഹിഖനി ഇസ്സൻ, ഇസ്ദിനെ ചേർത്ത് തരാൻ വേണ്ടി. എപ്പോൾ ഇദാ സല്ല മൻസല്ല, കുറ്റകൃത്യം ചെയ്ത ആള് ദലീലാകുന്ന ഒരു അവസരമുണ്ട്, അന്ന് ഇസ്ദിനെ ചേർക്കാൻ വേണ്ടി ഇതാക്കി തങ്ങളെ മദ്ഹിനെ ഞാൻ ഒരു നിക്ഷേപമായി ഒരു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്നാ പറഞ്ഞു. ഇനി ഒരു വരിയും കൂടെ വീട്ടു മതിയാക്കാം. لآويك نفسي زالت فتلذذي بأحلى معاش طيب الناعم الذي وقولي لقلب ذي غرام مفلذي لأمت صدوع القلب بالمدح في الذي هدانا به المولى وموريده أحلى صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ലആബിക്ക്, നിന്റെ പ്രയാസങ്ങൾ, നിന്റെ ശിദ്ദത്ത് നഫ്സി, എൻ്റെ നഫ്സേ സായലത്ത്, അതെല്ലാം നീങ്ങിപ്പോയി കേട്ടാ. അപ്പൊ സായലത്ത് ലആബി ഫതലദ്ദി, നീ സുഖമായി കഴിഞ്ഞു, നീ ലദ്ദത്ത് അനുഭവിച്ചോ എന്നാ പറഞ്ഞു. എന്തുകൊണ്ട്, ബിഅഹ്ലാ മആഷിൻ തയ്യിബിൻ നാഇമിൻ ലദീദിൻ. ആ ലദീൻ്റെ അവിടെ നിന്നുണ്ട് ഒരു ഇതായി കളഞ്ഞെന്നാ പറയും. അതിനാ തർഹീം എന്ന് പറയാം. തർഹീം
അബൂ ഹുറൈറ ഉണ്ടാക്കും അബാഹിർ, ആയിഷ ആയിഷ്, ദുൽകിഫിലിക്ക് ദുൽക്കീന്നല്ലേ വിളിക്കല്. എന്നാ തർഹീം എന്ന് പറയല്ലേ, പേരിന്റെ അക്ഷരം ചില കലിമത്ത് കളയല്. അപ്പോൾ ലദീദിൻ എന്നുണ്ടാകും. തറഹമലി ദറൂറത്തിൽ ബൈത്തി വലിൽതിറാറിൻ ലഖിമോ എന്ന് വന്നു. لأبيك نفسي زعلت فتلذذي بأحلى معاش طيب ناعم لذيذ. ആ ജീവിതത്തിന്റെ പേരെന്താന്ന്? തയ്യിബ്, നായിമ്, ലദീദ്. ഈ മൂന്ന് കൊണ്ടും നീ രുചി അനുഭവിച്ചോ. വഖൂലി ലിഖൽബിൻ ദീ ഖറാമിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹബ്ബത്തുடைய കൽബിനോട് നീ പറഞ്ഞോ. എങ്ങനത്തെ കൽബ്? മുഫല്ലദീൻ, അതിന് മുറിവേറ്റിട്ടുണ്ട്. അങ്ങനത്തെ കൽബിനോട് പറഞ്ഞോ. കോലീന്റെ മക്കൂലാണ് ലഅംതു സുദൂഅൽ ഖൽബി, എൻ്റെ കൽബിന്റെ പൊട്ടുകളെല്ലാം ഞാൻ എന്താക്കി? കൂട്ടിച്ചേർത്തല്ല, സോൾഡർ ചെയ്ത് ജോയിന്റ് ആക്കി. കൽബ് പൊട്ടിപ്പോയിട്ടുണ്ട്, അതെല്ലാം കൂട്ടി ജോയിന്റ് ആക്കി. ബിൽ മദ്ഹി, മദ്ഹ് പറയലുണ്ട്. എങ്ങനത്തെ മദ്ഹ്? ഫിൽ ലദീ, ഒരു നബിയുടെ വിഷയത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനത്തെ? ഹദാനാ ബിഹിൽ മൗല, മൗല എന്താക്കി? ആ നബിനെ കൊണ്ട് നമ്മൾ ഹിദായത്തിലാക്കി. അൽഹംദുലില്ലാഹി. മൗരിദുഹു, തങ്ങളുടെ മൗരിദാണെങ്കിലും അഹല, വളരെ മധുരമേറിയതുമാണ്. കുടിക്കാൻ പോകുന്ന വെള്ളത്തിന്റെ കേന്ദ്രത്തിനെന്ന് പറയും മൗരിദ്. ലാവിക്ക് നഫ്സിനോടല്ലേ കിതാബ്? ലാവിക്ക് നഫ്സിന്റെ നഫ്സേൻ ഇതാ എന്റെ നഫ്സേ സായലത്ത് ലാവിക്ക്, നിന്റെ ദുരിതങ്ങളെല്ലാം പോയിരിക്കുന്നു. ഇനി തങ്ങളെ പറ്റി പറയുന്ന ഹുവൽ മുർശിദുൽ ഹാദിൽ ഫുആദി വറബ്ബുഹു മഹബ്ബതുഹു സുബുദുൽ മലീഹി വദുബ്ബുഹു യർആഹു മിൻ ശൈത്വാനിഹി വയറുബ്ബുഹു ലഅസ്അലുഹു യദ്ഉ ലിയുൽഹിമ റബ്ബുഹു لدى النزع في قلبي شهادته شهادة هو المرشد, തങ്ങൾ മുർഷിദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഹാദിൽ ഫുആദി, കൽബിന് ഹിദായത്ത് കൊടുക്കുന്നവരാണ്. വറബ്ബുഹു, തങ്ങൾ കൽബിന്റെ റബ്ബുമാണ്. അരി സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹബ്ബത്തുഹു, തങ്ങളോടുള്ള മഹബ്ബത്ത് സുബുദുൽ മദീഹി, മദ്ഹിന്റെ കഴമ്പാണ്. വറുബ്ബുഹു, അതിന്റെ കാതൽ. റുബ്ബ് ബിളമ്മിർ റാഇ അസ്സുലാഫ, ഒരു സാധനത്തിന്റെ കാതലായ വശമുണ്ട്, അതാണ്. ഫയർആഹു, അദ്ദേഹത്തിനെ കാക്കും. മിൻ ശൈത്വാനിഹി, ശൈത്താനെ തൊട്ട് കാക്കും. വയറുബ്ബുഹു, അവരെ തർബിയത്ത് ചെയ്യുകയും ചെയ്യും. അരെ നബിതങ്ങളെ മദ്ഹ പറഞ്ഞത് ഒന്ന് ഹാദിൽ ഫുആദാണ്, റബ്ബാണ്. തങ്ങളെ മഹബത്താണെങ്കിലും എല്ലാ മദീഹിന്റെയും സുബദാണ്. ശൈത്താനെ തൊട്ട് കാക്കുകയും ചെയ്യും. ലഅസ്അലുഹു, ഞാൻ അവരോട് ചോദിക്കുന്നു. യദ്ഉ, ദുആ ചെയ്യാൻ വേണ്ടി. എന്തിനാ? ലിയുൽഹിമ റബ്ബുഹു, റബ്ബ് നമുക്ക് തോന്നിപ്പിച്ചു തരണം, ഇൽഹാമാക്കണം. ലദൻ നസ്ഹി, മരിക്കുന്ന അവസരത്തിൽ. ഫീ ഖൽബി, എൻ്റെ കൽബിൽ. ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ എനിക്ക് ഇൽഹാമാക്കി തരാൻ വേണ്ടി, ചോദിക്കാൻ വേണ്ടി തങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു 3 വരിയിലുള്ള അങ്ങ് വിട്ടൊക്കെ തോന്നുന്നു. കസബ്തു ദുനൂബൻ ലാ യുവാസിനുഹാ അൽമനാ വതുഫ്തു ബിഹാൽ മസ്ആ വറഹതു ഇലാ മിനാ വലാകിന്നനി അർജു വആമൂലു അസ്മുനാ لأستوجبن الفوز بالقصد والمنى لمدح شفيع الأمة المصطفى نجلا. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഇനി കസബത്തു ദുനൂബൻ, ഞാൻ കുറെ കുറ്റങ്ങൾ സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. ലാ യുവാസിനുഹാ, അതിന് തൂക്കം വെക്കൂല. അൽ മനാ എന്ന് പറഞ്ഞാൽ തൂക്കുന്ന ഒരു സാധനമാണ്. കിലോന് തിലാസ് എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോ തൂക്കക്കട്ട പറയില്ലേ, ആ മനാ എന്ന് പറഞ്ഞ തൂക്കം, വലിയ തൂക്കം. കിൻഡൽ എന്നൊക്കെ പറയുമ്പോൾ വലുതല്ലേ, ആ എന്ന് പറഞ്ഞ മാതിരി അതിനോട് തൂക്കം വെക്കൂല. അത്തരത്തിലുള്ള ദോഷങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട്. എന്നിട്ടോ വതുഫ്തു ബിഹൽ മസ്അ, ഞാൻ മസ്അയിൽ തവാഫ് ചെയ്തു, സഈ ചെയ്തു. വറുഹതു ഇലാ മിന, മിനയിലേക്ക് പോയി. ഇപ്പം എല്ലാവരും മിനയിലുണ്ടാവുമല്ലോ, സംഗതി ഒത്തിട്ടുണ്ട്.
പക്ഷെ വലാകിന്നനി അർജു, അതാ ബിൽ കസ്രി, മിന എന്ന് പറഞ്ഞാൽ ബിൽ കസ്രി മഅറൂഫുൻ, മിന എല്ലാവർക്കും അറിയാലോ. വലാകിന്നനി അർജു, എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നു, വആമലു ഞാൻ കൊതിക്കുന്നു, അസ്മനും കുറേ കാലമായിട്ട്, മുൻദു സമാനിൻ എന്താണ്, ലഅസ്തൗജിബന്നൽ ഫൗസ ബിൽ ഖസ്ദി വൽ മുനാ ലിമദ്ഹി, മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്ദും ആഗ്രഹവും വെച്ചാൽ ഞാൻ ഫൗസിന് അവകാശിയാകുമെന്ന് ഞാൻ കുറേ കാലമായി ആഗ്രഹിക്കുന്നു. അപ്പോൾ സയ്യും തവാഫൊന്നും എന്നാണ് വട്ടവരൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. അത് വെച്ചത് മസയിൽ പോയി മിനയിലേക്ക് പോയി എന്തിനും. പക്ഷെ വളാക്കിന്നനി അതാ ഇസ്തിദ്റാഖല്ലേ, അർജു വആമുലു അസ്മുനൻ എന്താ ആക്മിലെ ലാസ്തൗജിബന്നൽ ഫൗസ ബിൽ ഖസ്ദി വൽ മുനാ, മുന്നത്ത് ആഗ്രഹം എന്തിന്, ലി മദ്ഹി ശഫീഅൽ ഉമ്മ, ഉമ്മത്തിന്റെ ഷഫീനെ മദ്ഹ് ചെയ്യാൻ വേണ്ടിയിട്ട് കസ്ദ് വെച്ച് ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ഞാൻ ഫൗസ് കൊണ്ട് അവകാശിയാകും എന്ന്. ആരെ, അൽ മുസ്തഫ അതിന്റെ ബദലാണ്, ഷഫീഅൽ ഉമ്മത്തിൽ മുസ്തഫ. നജില എന്ന് പറഞ്ഞാൽ എന്താ, മക്കള് പിതാക്കന്മാർ അവരുടെ മക്കള് എങ്ങനെ നജിലി, അതായത് തങ്ങളെ ബാപ്പാന്റെ ബാപ്പ ഇങ്ങനെ പറഞ്ഞു, അങ്ങ് ഇങ്ങോട്ട് പിടിച്ചാലോ മകന്റെ മകൻ ഇങ്ങനെ വരുമല്ലോ. അപ്പൊ നജില എന്ന് പറഞ്ഞാൽ അസലും അസലാലും ഫർആലും ഇസ്തിഫാ ചെയ്യപ്പെട്ട മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ഞാൻ ആഗ്രഹിച്ച് പാടലുകൊണ്ടും ഫൗസ് കിട്ടും, ഞാൻ അവകാശിയാകും എന്ന് കുറേ കാലമായി ആഗ്രഹം വെച്ചിരിക്കുക. ഇനി പറയുന്നതാ, കുറെ മുജകളുണ്ട് എന്നാ പറയുന്നത്. മിനൽ ഇൻസിനാസും മാനിഉൽ ഖൈരി خسيسون مزاحون ضحكا تخذلا وشاة سعاة أخسأ القوم رذلا لئام أتوني لائما وعذلا لشغلي به قلت عذلوا تعذلوا عدلا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. മിനൽ ഇൻസി, മനുഷ്യന്മാരിൽ പെട്ടിട്ടുണ്ട് നാശം കുറെ ജനങ്ങളുണ്ട്. ആരാധന മാനിഉൽ ഖൈരി, ഖൈറിന്റെ മാനിയങ്ങളാണ്. മുദാഫ് ഇലൈഹിയാക്കാം, ഇനി മാനിയന്റെ മഫ്ഊലും ആക്കണമെങ്കിൽ ഖൈറ് മുടക്കികൾ. ഖുദ്ദല, അവർക്ക് അല്ലാഹുവിന്റെ തൗഫീഖിനെ തൊട്ട് അകറ്റപ്പെട്ടവർ, ഖാദിരീങ്ങൾ. റാക്കിയന്റെ ഞാൻ എന്താ ഹുറുക്ക, അപ്പൊ ഖാദിരീങ്ങൾ ഖുദ്ദൽ പെട്ടുപോയിട്ടുണ്ട്. ഖസീസൂന, അവർ ഖസീസീങ്ങളാണ്. ഖസീസ് നിലവാരം കുറഞ്ഞവര്. മസ്സാഹൂന, മറ്റുള്ളവരെ കളിയാക്കുന്നവരാണ്. അപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് ഒരു ദലീല് പറഞ്ഞാൽ ഇതാടാ അഞ്ചാമത്തെ മുജ്തഹിദ് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചിട്ടില്ലേ, ഇത് കഴിഞ്ഞുള്ള ഓർമ്മയുണ്ടാ? റബീഉൽ അവ്വലിലെ മഹത്വം ഞാൻ ആയത്ത് കൊണ്ട് തെളിയിച്ചപ്പോ അഞ്ചാമത്തെ മുജ്തഹിദും കഴിഞ്ഞല്ലോ. അതെ, അതിന്റെ കളി അങ്ങനെയാന്ന്. ഖസീസൂന മസ്സാഹൂന ളിഹ്കൻ, കണ്ടാ ചിരിച്ചിട്ട് കളിയാക്കൂ. തഖദ്ദല എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ തൗഫീഖിനെ തൊട്ട് അവർ വളരെ ദൂരത്തായി, അവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് തന്നെ ദൂരത്തായി. നേരത്തെ ഖുദ്ദല പറഞ്ഞ അതേ മായന തന്നെ, പക്ഷെ ഇവിടെ എന്തുണ്ട്, ഇവരുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് ഖിദ്ലാൻ ഉണ്ടാക്കിയവരായി തീർന്നിട്ടുണ്ട്. അപ്പൊ ഒരു വാബില്ലേ. ബുശാത്തുൻ, ഇവർ ഏഷണിക്കാറാണ്, വാശി. അതുപോലെ സുആത്തുൻ, അതുപോലെ മറ്റുള്ള ആളെ എന്താക്കും, ഒരാളെ കുറ്റം മറ്റേയാൾക്ക് ഇങ്ങനെ പറഞ്ഞ് പരത്തല്. സഹാന്ന് പറയില്ലേ, ഏഷണിക്കാരെന്ന് പറയാ. അഹ്സഉൽ ഖൗമി, ഈ കൗമിന്റെ കൂട്ടത്തിൽ ഏറ്റവും അഹ്സായ കൂട്ടറാണ് ഹാനു ഹൈത്തുഖാനു അർദലീൻ. അവരെന്താ അർദലീങ്ങളായി മാറിയിട്ടുണ്ട്. ഇനി അതിനപ്പുറം ഒന്നും ഉറപ്പിച്ച് പറയാനില്ല. ഇന്നാളെ ഏതോ ഈ തൈ പറഞ്ഞല്ലേ, മറ്റേ മന്നജ് സബീലി. ഔലിയാക്കളെ ചീത്ത പറയുന്നവരെ സംബന്ധിച്ചിട്ട് 13 ഔസാഫല്ലേ വന്നിട്ട്. ഇവിടെ എന്താക്കിയ മാനിയുൽ ഖൈറ്, ഖുദ്ദല്, ഖസീസൂന, മസ്സാഹൂന, തഖദ്ദല, ബുശാത്ത്, സുആത്ത്, അഖ്സഉൽ ഖൗമി, റുദ്ദല, 9 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ലിആമുൻ, അങ്ങനെ കുറച്ച് ഗുണംകെട്ട കൂട്ടരുണ്ടല്ലോ, ഗുണംകെട്ട കൂട്ടർ അത്തൗനി, എൻ്റെ അടുക്കലേക്ക് വന്ന് ലായിമീന, എന്നെ ആക്ഷേപിക്കാൻ, വഉദ്ദല, എന്നെ വിമർശിക്കാനും. എന്തിനാ? ലിശുഗ്ലി ബിഹി, ഞാൻ മദ്ഹ് കൊണ്ട് ശൂലായ കാരണത്തിന് വേണ്ടി. നല്ല ശിർക്കാന്ന് പറഞ്ഞെങ്കിൽ വരും. ഖുൽതു, ഞാൻ പറഞ്ഞു, ഏതിലോ പടാ, നീ അവിടുന്ന് കുറ്റം പറഞ്ഞോ തൊഴുതലോ, നിങ്ങളുടെയും കുറച്ച് കുറ്റം പറയാൻ പറയുന്നുണ്ട്. നിങ്ങൾ കുറ്റമുക്തരൊന്നുമല്ല,
തുഅദലു അദ്ല. എന്നിട്ടോ വലൈസ ലക്കും അഖ്ലുൻ യുശാബിഹു മുർഹഫ ഫമൻ യഫ്ഖദിൽ അഖ്ല الثقيل تهلفا فكنتم أشد الناس حزنا وألهفا لأمتم خسستم هكذا عقلكم هفا دعوا واسمعوا مدحي له استعملوا عقلا أنتم وتسليم وأزكى تحيتي على المصطفى المختار خير البرية. وليس لكم نكل നിങ്ങൾക്ക് ബുദ്ധിയില്ല കുട്ടികളെ. എങ്ങനത്തെ ബുദ്ധി? യുഷാബിഹി മുർഹഫ എന്നല്ല, മുറിക്കുന്ന വാള് പോലത്തെ മൂർച്ചയേറിയ ഒരു അക്കല നിങ്ങൾക്കില്ല. അതാണ് മുർഹഫിന്റെ വായന. സഖീലായ കടഞ്ഞെടുത്ത തെളിഞ്ഞ ബുദ്ധി ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ തലഹഫ, അവനെന്താക്കും? ലഹീഫായി ദുഃഖത്തിൽ കഴിഞ്ഞുകൊണ്ടേണ്ടി വരും, ഒന്നും തിരിയൂല. ബുദ്ധി കൊണ്ടല്ല എല്ലാം ആണ്ടത്. ഫകുന്തും നിങ്ങളായ അശദ്ദന്നാസി ഹുസ്നൻ, ഹുസ്നിനാൽ ദുഃഖത്തിനാൽ കടുപ്പം കൂടിയവരായി, വൽഹഫ ഏറ്റവും ലഹ്ഫാനുമായി മാറിയിരിക്കുന്നു. ലഉംതും നിങ്ങളെ ലായിങ്ങളായി, അതായത് ലൂമ് എന്ന് പറഞ്ഞാൽ കറമ്പിന്റെ ഓപ്പോസിറ്റാണ് ലഉമ. അപ്പൊ ലഉംതും അത് മതിയാഫിയില് നിങ്ങൾ ലഈമീങ്ങളായി, ഹസീസ്തും നിങ്ങൾ ഹസീസുകളായി, ഹാകദാ അഖലുക്കും ഹഫ നിങ്ങളുടെ ബുദ്ധി തെറ്റിയ മാർഗത്തിൽ സഞ്ചരിച്ചിരിക്കുന്നു എന്നാണ്. ദഉ അതല്ലെങ്കിൽ വിട്, വസ്മഉ മദ്ഹി എൻ്റെ മദ്ഹ് നീ കേൾക്കണം. പറയേണ്ട പോലെ പറഞ്ഞില്ല. ആരാ മദ്ഹ്? തങ്ങളെ മദ്ഹ്. ഇസ്തഅമിലു അഖലൻ ലഹു, നിങ്ങൾ അഖലെന്താക്കുക, അതിനു വേണ്ടി കുറച്ച് ഉപയോഗിക്കുക. ഇപ്പൊ നമ്മ കുറെ നക്കൽ ഉദ്ധരിച്ച് അതിന് വന്നല്ല, ഇതെല്ലാം റിക്കാർഡാക്കാൻ അന്നേരം ഉണ്ടായിരുന്നു. ഇതിൽ ഊഹ കച്ചവടം ഇല്ല. അല്ല അപ്പൊ ആ നബി ബുർസയ്ക്കും വരണ്ടതിനോടെ ആ റിപ്പോർട്ട് വേണം ഒന്നിനാ. ഇതൊക്കെ ഇപ്പൊ ചോദിച്ച ഇസ്കാലാക്കുന്നു. വേറൊരാള് ചോദിച്ച ഇസ്കാൽ എൻ്റെ ഒക്കെ എത്തിനതാ, എത്തിങ്ങാലും വരൂല. നിങ്ങളെടുത്തപ്പോൾ ഒരു ബുക്കിലെടുത്തിട്ട് കണ്ടപ്പം തന്നെ ഇതിന് മുജയാന്ന് കുറച്ച് സംസാരിക്കാൻ. ഞാൻ പറഞ്ഞ് എന്തിനെ കുറിച്ച്? ചില കാര്യം നല്ലതോ ചീത്തയോ എന്തിനാണ്? എൻ്റെ ചോദ്യത്തിന് വന്നുകൊണ്ട് അപ്പം തന്നെ ഇടിച്ചങ്ങ് പോയി. എല്ലാം എന്താണ് നമ്മളിപ്പം ദർശക വേണ്ടി നല്ല സംസാരിച്ചിട്ടേ ഉള്ളൂ. ഇനിന്താ സംസാരിക്കേണ്ടത്? നിന്റെ വാക്കെന്ന് എനിക്ക് പഠിക്കാനോ? അതിനാണ് നിന്നെ ഉസ്താദായി സ്വീകരിക്കാൻ ഞാൻ തയ്യാറില്ല. എനിക്ക് നല്ല ഉസ്താദന്മാർ പറയുന്നുണ്ട് അല്ലേ. ഇനി എൻ്റെ നീ പഠിക്കാനാ? നിന്നെ ശിഷ്യനായി അംഗീകരിച്ചിട്ടില്ല ഞാൻ. പിന്നെ നീ നേരം കൂട്ടാനാ? നേരം കൂട്ടാനുള്ള നേരം ഇവിടെ ഇല്ല. കൊടുത്തിട്ട് ഒറ്റപ്പൊക്ക്. എന്നിട്ടോ നിന്റെ ആക്ഷേപം പറഞ്ഞതോട്ട് ഞാൻ ഇതാ ചെവി അടച്ചിരിക്കുകയാണ്. നല്ല പൂള് വെച്ചിട്ട് അടച്ചിരിക്കുന്നു. ആണ് തമറു. ഞാൻ വറക് പ്രകടിപ്പിക്കാൻ അത് കേക്കേ വേണ്ട, അതിനെതിരായ ഒരു ശബ്ദം കേക്കേ വേണ്ട. ഞാൻ എന്താക്കുന്നത്? മാപ്പ് നൽകുകയാണ്. അമ്മാ സാ മിൻകും, നിങ്ങളെ പക്കൽ മോശമായതെന്തല്ലോ കേട്ടിട്ടുണ്ട്, അതിനെ തൊട്ടെല്ലാം ഞാൻ എന്താക്കുന്നത്? മാപ്പ് നൽകുന്ന. അത് ഞാൻ മാപ്പ് കുടിച്ചിറക്കിയെന്ന്, അത് മാപ്പ് തരാൻ മനസ്സ് വരുന്നില്ല. എന്നാലും തജറു ആയിക്കൊണ്ട് എന്താക്കുന്നത്? അതല്ല വാൻസഹക്കും ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് നുസ്ഹ പറയുകയാണ്. നുസ്ഹൻ, ഒരു നുസ്ഹ പറയുന്നു. തദറു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ നന്നാകാനുള്ള വസീല ആകാമല്ലോ. മുഹലത്തൻ ഇലാ റബ്ബിക്കും എന്ന് പറഞ്ഞില്ലേ? മഹലത്തൻ ഇലാ റബ്ബിക്കും. മോളെ ശനിയാഴ്ച മീനെ പിടിക്കാൻ പോകാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ലിമ തഹലൂന ഖൗമനില്ലാഹു മുഹ്ലികുഹും ഔ മുഅദ്ദിബുഹും അദാബൻ ശദീദ് ഖാലൂ മഅദിറത്തൻ ഇലാ റബ്ബിക്കും. നമ്മൾ ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് ഉദുർ പറയുകയും ചെയ്യുക. ഒരു പക്ഷേ നേരത്തെയുള്ള ആനല്ല ഇപ്പൊ ഉണ്ടാകുന്ന ആന് സമയം. അപ്പൊ മനസ്സ് മാറി വരാം. നേരത്തെ ഉള്ളത് കൊണ്ട് ഇനി ഭാവിയിൽ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞ മണി തദർറുഅൻ ഐ തവസ്സുലൻ വരിഅത്തൻ. നിങ്ങൾക്കൊരു പക്ഷേ മനസ്സ് നന്നാകാനുള്ള വരിയത്താവട്ടെ.
എന്നിട്ട് പറയുന്നത് ലുഐമത സബിരീൻ, സബറിന്റെ ലുഐമത്ത് എന്താ? ലആമത്തിന്റെ ജമ്മാണ്, തസ്ഖീറാണ് ലുഐമത്ത്. ലാമത്ത് എന്ന് പറഞ്ഞാലോ മറ്റുള്ള അമ്പുകളും കുന്തങ്ങളും ഏറുകളും ഏക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പടയങ്കി തിരിക്കും ഒരു കുപ്പായ. അതിനാ നമ്മൾ പ്രൊഫസർമാർ കുപ്പായിടുന്നു. പ്രൊഫസർ കുപ്പായം തന്നെയാണ്. അതാണ് നമ്മൾ തമാശ കഴിച്ചു. കുപ്പായം വാങ്ങാൻ പോകുമ്പോൾ പ്രൊഫസർ ഇടുന്ന കുപ്പായം എന്നാ പറയേണ്ടത്? അപ്പൊ അതിന്റെ ചെറിയൊരു പടയങ്കി, സബറിന്റെ പടയങ്കി എന്താക്കിയിട്ടുണ്ട്? അത് ലഭിച്ചു, ഞാൻ ധരിച്ചിട്ടുണ്ട്. തദർറുഅൻ, നിന്റെ ആപത്തുകളൊക്കെ തടുക്കാൻ വേണ്ടിയിട്ട്. ഫലാ അതിലക്കും മക്ഷ, അതുകൊണ്ട് നിങ്ങൾ ആക്ഷേപം ഞാൻ പേടിക്കൂല. വല ലൗമക്കും, നിങ്ങളെ ലൗമിനെയും പേടിക്കൂല. അസുലൻ, ഒരിക്കലും തീരെ പേടിക്കൂല. അവൻ നഫിയുടെ അസുലാന്നത്. بمدح نبي الله قوم تعبدت ففازت بجنات أضاءت تأبدت إدغام متماثلين وحطت خطاياهم وإن هي أزبدت لؤيلئة من لؤلؤ المدح لو بدت تضاع لما ساب الجنان له عجلا صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. അള്ളാഹുവിന്റെ നബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് കൊണ്ട് തഅബ്ബദത്ത് ഖൗമുൻ, ഒരു ഖൗം അത് ഇബാദത്തായി കണക്കാക്കിയിട്ടുണ്ട്. അതിൽ തന്നെ കഴിഞ്ഞുവിടില്ല നമ്മളെ മുസ്ലിമിനെ പോലെ. ഫഫാദത്ത് ബിജന്നാത്തിൻ, ജന്നാത്ത് കൊണ്ട് വിജയിച്ചിരിക്കുന്നു ആ കൗമ്. കണ്ട, അല്ലാഅത്ത് എങ്ങനത്തെ സ്വർഗമാണ് അത് പ്രകാശിച്ചിട്ട്. തഅബ്ബദത്ത് കാലകാലം കഴിച്ചു കൂട്ടുവാനുള്ള സ്വർഗവുമാണ്. അവർ വിജയിച്ചു പോയി. വഹുത്തത്ത് ഖതായാഹും, അവരുടെ ഖതീഅത്തുകളെ ഇറക്കി വെക്കപ്പെട്ടിട്ടുണ്ട്. വഇൻഹി അസ്ബദത്ത്, അത് കടലിലുള്ള നൊര പോലെയായാലും ശരി. തിരമാല അടിക്കുമ്പോൾ ഇങ്ങനെ വെളുത്ത നൊര കാണുന്നില്ലേ? ആ നൊര പോലെയായ, അത് കസറത്തിന്റെ വിഷയം. അത്ര തൊണ്ട് കസറത്തായാലും ശരി, അതെല്ലാം ചുരുക്കി. ലുഅലുഅത്തിന്റെ തസ്ഗീർ, ജമ്മല്ല തസ്ഗീർ, ലുഅലുഅത്ത് മുത്ത്. അപ്പൊ ലുഅലിഅത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയൊരു മുത്ത്. മിൻ ലുഅലുഇൽ മദ്ഹി, മദ്ഹിന്റെ മുത്തുകളാകുന്ന മുത്തിൽ നിന്ന് ചെറിയൊരു മുത്ത്. ലൗ ബദത്തു ബാഉ, അത് അങ്ങാടിയിൽ വിൽക്കാൻ വേണ്ടി പ്രത്യക്ഷപ്പെട്ടാൽ ലമാ സാബൽ ജിനാനു, സ്വർഗം കൊടുത്ത വാങ്ങാൻ കിട്ടൂല എന്ന് പറഞ്ഞു. എന്ത് പറച്ചലേ? ലമാ സാബൽ ജിനാനു ഇതിലല്ലഹ, ആ വിൽക്കപ്പെടുന്ന ചെറിയ മുത്തിന് സ്വർഗം പകരം കൊടുത്താലും കൂടെ മതിയാവൂല എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇങ്ങനെ ഇരുന്നിട്ട് അല്ല ഇങ്ങനെ കൽവിയിലേക്ക് ഒഴിക്കലാന്ന് തോന്നണേ. ഒരു അത്ഭുതം തന്നെ. ഇപ്പൊ رؤوس الأعادي لأبي تطأت ثغور سياصيهم لفتح تكأت طوله سماطات سلام ترأت لآلي تحياتي صلاتي تلألأت على المصطفى والآل ما أعقب نسلا صلاة وتسليم وأزكى تحياتي على المصطفى المختار بخير البرية. എന്ന് പറഞ്ഞാൽ കുമ്പിട്ടപ്പെട്ട് പല താത്തുപോയി. എന്ത്? റൂസുൽ ആദി, ശത്രുക്കളുടെ തലയെല്ലാം താഴോട്ട് കൊമ്പിട്ട് പോയി. ആയിരിക്കും നബിജി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഇനി സുഗൂറു സയാസിഹിം, അവരുടെ എന്താ വലിയ കോട്ടകളുണ്ടല്ലോ, ഖുറാനിലുണ്ടല്ലോ. മീൻ സയാസിഹിം, സൂറത്ത് ഹൈസാബിലില്ലേ? സൂറത്ത് ഹൈസാബ് എടുത്തു കേട്ടെ, ഉണ്ട് സയാസി. അവരുടെ കോട്ടകളുടെ സുഗൂർ, അതിൻ്റെ അതിനൊക്കെ ഉണ്ടല്ലോ. ലി ഫാത്തിഹീൻ തക്കാത്ത്, അത് തുറക്കാൻ വേണ്ടി എന്താക്കി തരികയോ പൊളിഞ്ഞ് തകർന്ന്. വഅൻദലല്ലദീന ളാഹറൂഹും മിൻ സയാസീഹിം,
وقذف في قلوبهم الرعب فريقا تقتلون وتأسرون فريقا وأنزل الذين ظاهروهم من أهل الكتاب من صياصيهم وقذف في قلوبهم الرعب فريقا تقتلون وتأسرون فريقا وأورثكم أرضهم وديارهم وأموالهم وأرضا لم تطئوها وكان الله على كل شيء قديرا أحزاب അതെ. അപ്പൊ അവിടെ കോട്ടകളുടെ സുഹൂറെല്ലാം എന്തായി തകർന്ന് തരിപ്പണമായി. അത് ഒരു വിജയം പറഞ്ഞത് ഒരു ഫത്ഹ്. എന്നിട്ടോ തുലാഹി സിമാതാത്തുസ്സലാമി, അത് സലാത്തും അപ്പുറം പറയുന്നുണ്ട്. സിമാത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ ഭക്ഷണം നിൽക്കാനുള്ള സുപ്പടം വിൽപ്പുണ്ടല്ലോ, എന്നാ പറയാ അത്. എങ്ങനത്തത് അത് ദൂരത്തു നിന്ന് തന്നെ തിളങ്ങിക്കാണുകയാണ്. അത് ലആലി, എന്താ ലആലി? ലുലുവിന്റെ ജമ്മ്. ലആലി തഹയ്യാത്തി സ്വലാത്തി, സലാത്തിന്റെ തഹയ്യാത്തിന്റെ ആകുന്ന മുത്തുകൾ അത് പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ സലാത്തും സലാം, അപ്പൊ തഹയ്യാത്തു സ്വലാത്തിനോട് സമമായി ആര്? സലാമിന്റെ സിമാത്തത്ത് തുലാഹി. ലാഹ എന്ന് പറഞ്ഞാല് ആരെ മേലുള്ള സലാത്തും സലാമും അലൽ മുസ്തഫ വൽ ആലി സല്ലല്ലാഹു അലൈഹി വസല്ലം റളിയല്ലാഹു അൻഹും മാ അഖബു നക്സല, അവരെ പാരമ്പര്യം ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന കാലത്തോളം അഹ്ലു ബൈത്തും എല്ലാം ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവുമെന്നാ അപ്പം മൂപ്പർ പറഞ്ഞത്. ഒന്നും ഇല്ലാന്ന് നല്ല കൂട്ടരുണ്ട്. കാരണം എല്ലാം എന്നാ പിന്നെ ഇല്ലാന്ന് തന്നെ ബഹുമാനിക്കണ്ടല്ല. അതിനെ ബഹുമാനിക്കേണ്ടി വരുമല്ല. അപ്പൊ നസ്ലിനെ അഖബിലാക്കി ഔലാദം മിൻ അഹ്ലിൽ ബൈത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇനി ഒരു കാഫിയെ ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനിയിപ്പം 20-ാം തീയതി ആക്കാൻ തോന്നുന്നു അല്ലേ? അതോടുകൂടി മദ്ഹ് തീർന്നിട്ടില്ല. ഇന്നെ വേറൊരു തഹ്മീസ് ഉണ്ട്, അതിന്റെ മഖ്തൂത്ത് കെട്ടി.